ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവാം പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതസ്മി. സമാദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം. 42ാമത് ശ്രീമദ് ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ ഈ വർഷവും ഈശ്വരാനുഗ്രഹം വന്നു ചേർന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ പുണ്യാത്മകമായ ഒരു അനുഭവമാണ്. ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ സത്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഉള്ള ഏക യോഗ്യത ജന്മജന്മാന്തരങ്ങളായി സമ്പാദിച്ച പുണ്യം മാത്രമാണ്. ഈ പുണ്യം കയ്യിലുള്ളവർക്കാണ് ഇവിടെ കടന്നിരിക്കാനുള്ള യോഗ്യതയുള്ളത്. കഥം അകൃതപുണ്യപ്രഭവതി. പുണ്യമില്ലാത്ത ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നതാണ്? ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. ഈ നാട്ടിൽ ഇത്രയും അധികം പുണ്യാത്മാക്കൾ ഈ ഫലത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ് വിപുലമായി സമൃദ്ധമായി ഒഴുകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ്. എന്തായാലും ധന്യതയാർന്ന ഈ നിമിഷത്തിൽ ഇന്നത്തെ എൻ്റെ വിഷയം ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ നരസിംഹാവതാരം എന്നൊരു വിഷയമാണ്. സ്വാമി സൂചിപ്പിച്ചതുപോലെ സത്രത്തിൽ ഏതാണ്ട് ആദ്യത്തെ 2-3 വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും നിരന്തരമായും എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും എൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ്. അതൊരു ഭാഗ്യമല്ല, അതൊരു പുണ്യമാണ്. എത്രയോ വർഷങ്ങളായി നിരന്തരമായും സ്വാമി എന്നെ തന്നെ വിളിക്കുകയും ചെയ്യും. ഇവിടെ വരാൻ പറ്റും, ഏതെങ്കിലും ഭഗവത് കഥകൾ അല്പസമയം ചിന്തിച്ചിരിക്കാൻ പറ്റും. അതൊരു ജീവിതത്തിൻ്റെ മഹത്തായൊരു ഭാഗ്യമാണ്. അതനുഭവിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ 2 ഭഗവതിമാരുടെ തിരുമുമ്പിൽ നമ്മളെയൊക്കെ വിളിച്ചേർത്തുകൊണ്ട് ആ ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്ര വേദിയിൽ നമ്മയൊക്കെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്ന ആ 2 ഭഗവതിമാരുടെ സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് ഈ നരസിംഹാവതാരം കഥ പറയാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വലിയ പുണ്യമാണ്, അതൊരു ഭാഗ്യമാണ്. ഭാഗവതം കലിയുഗത്തിലേക്ക് ഭഗവാൻ തന്നിട്ട് പോയ ഒരു വലിയ വരമാണ്. ഭഗവാന്റെ സ്വധാമപ്രവേശത്തിന് ശേഷം ഇനിയും ഈ കലിയുഗത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എൻ്റെ ചൈതന്യം മുഴുവൻ ഭാഗവതത്തിലേക്ക് സംക്രമിപ്പിച്ചിട്ടുണ്ട്. ഇത് വായിക്കുക, പഠിക്കുക, അത് പ്രയോഗിക്കുക. അതിൽ കൂടിയാണ് ഭഗവത് സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നത് എന്ന് ഭഗവാൻ തന്നെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അത് പ്രത്യക്ഷമായ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഭാഗവതം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭാഗവതം നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. ഇത് ഈ കലിയുഗത്തിലേക്ക് ഏറ്റവും വലിയൊരു മഹാത്മ്യമാണ്. അതുകൊണ്ടാണ് മറ്റുള്ള പുരാണങ്ങളെക്കാൾ കൂടുതൽ കലിയുഗത്തിലെ അഭിവൃദ്ധി പ്രാപിച്ച് വളർന്നു വന്നത് ഭാഗവത പുരാണം മാത്രമാണ്. കാരണം അതിലാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ നിറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവും എത്രയോ കാലങ്ങളായി നമ്മളൊക്കെയും ഏത് ക്ഷേത്ര സന്നിധിയിലും വായിക്കുന്നത് ഭാഗവത പുരാണമാണ്. ദേവീക്ഷേത്രത്തിലായാലും ശിവക്ഷേത്രത്തിലായാലും വിഷ്ണു ക്ഷേത്രത്തിലായാലും ഇവിടെയായാലും. കാരണം അവിടെയൊക്കെ ഈ ഭഗവാന്റെ ശക്തി സ്വരൂപത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കാൻ പാകമാണ്. ഇന്ന് സപ്തമസ്കന്ധത്തിലെ ഏതാണ്ട് 10ഓളം അധ്യായങ്ങളിൽ കൂടി വിസ്തരിക്കുന്ന ഒരു വലിയ കഥയാണ് നരസിംഹാവതാരത്തിൽ എത്തിച്ചേരുന്ന കഥ.
പ്രഹ്ലാദ ചരിതം എന്ന കഥ അത് നരസിംഹാവതാരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 10 അധ്യായത്തിൻ്റെ കഥ വേണം ഈ 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി ലഘുവായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. അതൊരു വലിയ ഒരധ്യായം 2 അധ്യായമാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് 10 അധ്യായങ്ങളാണ്, നീണ്ടു കിടക്കുന്ന 10 അധ്യായങ്ങൾ. 15-ാം സ്കന്ധത്തിൽ ആകപ്പാടെ 15 അധ്യായമുള്ളൂ. അതിൽ 10 അധ്യായം ഇത് തന്നെയാണ്, ഈ ഒരൊറ്റ കഥയാണ്. ഒരു സ്കന്ധം മുഴുവൻ വ്യാസൻ ഉപയോഗിച്ചത് ഈ പ്രഹ്ലാദ ചരിതം കഥ പറയാനാണ്. അപ്പം ഭാഗവതത്തിൽ എത്ര മാഹാത്മ്യമുണ്ട്, എത്ര പ്രാധാന്യമുണ്ട് ഈ കഥയ്ക്ക് എന്ന് വീണ്ടും വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുമാറാണ് ഈ ഭാഗവത രചനയിൽ, ഈ സപ്തമസ്കന്ധത്തിൽ ഈ കഥ ഒരുക്കി വച്ചിരിക്കുന്നത്. അത് ഭാഗവതത്തിൻ്റെ വിഷയത്തിൻ്റെ അടുക്ക് വെച്ച് പറയുമ്പോൾ അത്ര ഫർഗോ വിഫർഗച്ച സ്ഥാനം പോഷണം ഊതയ. 7-ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ഊതികളാണ്. ഊതി എന്നാൽ കർമ്മവാസനകളാണ്. ഊതയ കർമ്മവാസനാഹ. ഊതികൾ കർമ്മവാസനകളാണ്. ഏതു കർമ്മം ചെയ്താലും ആ കർമ്മത്തിൻ്റേതായ ഒരു ചെറിയ സൂക്ഷ്മതരമായ അംശം നമ്മുടെ ജീവനിൽ പറ്റിയിരിക്കും. ആ പറ്റിയിരിക്കുന്ന അംശത്തിൻ്റെ പേരാണ് വാസന എന്ന്. അതെല്ലാവർക്കും ഉണ്ട്. ജന്മാന്തര വാസന എന്നും പറയും, ഈ ജന്മത്തിലുള്ള വാസന എന്നും പറയും. ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ വാസന കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ജന്മങ്ങൾ കിട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജന്മത്തിനും കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ വാസന നമ്മുടെ ജീവനിൽ പറ്റി പിടിച്ചിരിക്കും, അത് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ കർമ്മവാസനകൾ ജന്മാന്തരങ്ങളോളം പിന്തുടരും എന്നുള്ളത് കൊണ്ട് ആ വാസനകൾ 2 വിധത്തിലുണ്ട്. സദ്വാസനകളും ദുർവാസനകളും. നല്ല വാസനകളുണ്ട്, ദുഷ്ടമായ വാസനകളുണ്ട്. നല്ല വാസന കൊണ്ട് നടക്കുന്ന വളരെ കുറച്ചായിരിക്കും, ദുർവാസനകൾ ഏറെയുണ്ട്. ഒരു ദിവസം രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ കായേന വാച മനസാവ ഇതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ എത്ര എണ്ണമുണ്ട് നല്ല കർമ്മങ്ങൾ, സദ്വാസനകൾ, സദ്വിചാരങ്ങൾ എന്നൊന്ന് എഴുതി നോക്കിയാൽ അറിയാം, വളരെ കുറച്ചായിരിക്കും. കൂടുതലും ദുർവിചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ദുഷ്ടവാസനകളും കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഒരധ്യായത്തിൽ ഈ 2 വാസനകളെക്കുറിച്ച് വിസ്തരിച്ച് പറയും. അതിൽ സദ്വാസനകൾ 5 എണ്ണമേ ഉള്ളൂ, ദുർവാസനകൾ ധാരാളമുണ്ട്. ഇത് എങ്ങനെയാണ് മനുഷ്യനിൽ വന്നു ചേരുന്നത്? ഈ സദ്വാസനകളുടെ പരിണത ഫലങ്ങളാണ് ശാപങ്ങളും അനുഗ്രഹങ്ങളുമായി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആസുരി ദൈവീ സമ്പത്ത് എന്ന് ഗീത പറയും. ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്നൊരു യോഗം ഭഗവത്ഗീതയിലുണ്ട്. ആസുരി സമ്പത്തെന്നും ദൈവീ സമ്പത്തെന്നും. ആസുരി സമ്പത്തുകൾ രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും ഉണ്ടാകുന്ന ദുർവാസനകളാണ്. ദൈവീ സമ്പത്ത് സത്വഗുണം കൊണ്ടുണ്ടാകുന്ന അതിമഹത്തായ വാസനകളാണ്. ഇപ്പം നമ്മൾ നാമം ചൊല്ലുന്നു, അമ്പലത്തിൽ പോകുന്നു, കീർത്തനങ്ങൾ ചൊല്ലുന്നു, ധാരാളം സത്കർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് കിട്ടുന്ന ഒരു സദ്വാസനയുണ്ട്. അതേസമയം ആ നാവ് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ചീത്ത പറയുന്നു, ആ കൈ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അടിപിടി ഉണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കോലാഹലം ഉണ്ടാക്കുന്നു. ഇതുണ്ട്. ഒരേ നാവും ഒരേ കൈയും ഒരേ ശരീരവുമാണ് ഇതിനൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും? ദുർവാസനകൾ. ഈ ദുർവാസനയുടെ ഫലവും നമ്മുടെ ഈ ജീവനിൽ അടിഞ്ഞുകൂടും. സദ്വാസനയുടെ ഫലവും ജീവനിൽ അടിഞ്ഞുകൂടും. ഇതിൻ്റെ തോതനുസരിച്ചിട്ടാണ് ജന്മം വരുന്നത്. സദ്വാസനകളാണെങ്കിൽ നല്ല മനുഷ്യരായിട്ട് ജനിക്കും, ദുർവാസനകളാണെങ്കിൽ ദുഷ്ടമനുഷ്യരായിട്ട് ജനിക്കും. ഈ ഒരു വിഷയം അവതരിപ്പിക്കാനാണ് ഈ 7-ാമത്തെ സ്കന്ധത്തിൽ ആദ്യം തന്നെ പ്രഹ്ലാദ ചരിതം എന്ന കഥ പറയുന്നത്. ഇതിനകത്ത് സദ്വാസന അനുഭവിച്ച പ്രഹ്ലാദൻ്റെയും ദുർവാസന അനുഭവിച്ച ഹിരണ്യകശിപുവിൻ്റെയും കഥ.
ഇതാണല്ലോ ഈ പ്രഹ്ലാദയുടെ കഥ. ദുർവാസനകൾ അനുഭവിച്ചാൽ ഹിരണ്യകശിപുവിനെ പോലെ ആവാം, സദ്വാസനയാണെങ്കിൽ പ്രഹ്ലാദനെ പോലെ. രണ്ടും വിസ്തരിച്ച് ഉദാഹരിച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് നരസിംഹാവതാരം കഥയിലേക്ക് എത്തുന്നത്. ആസുരീ സമ്പത്തും ദൈവീ സമ്പത്തും ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഈശ്വരനെ ആരാധിക്കുന്നത് പല തരത്തിലാണ്. പലരും ഏത് വിധത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ഭഗവാനെ വിളിച്ചാലും അത് ഭഗവാൻ കേൾക്കും, അതിന് തക്ക ഫലം അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഏത് തരത്തിലായാലും കുഴപ്പമില്ല. അതിന് ഉദാഹരണം ഭാഗവതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഗോപ്യ കാമാത്, ഗോപസ്ത്രീകൾ കാമം കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയത്. അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടി. ഭയാത് കംസോം, കംസൻ ഭയം കൊണ്ടാണ്. കൃഷ്ണൻ ഉണ്ടായപ്പോൾ മുതൽ പേടിയാണ്. കാരണം എന്താണ്? തന്നെ കൊല്ലുന്ന ആളാരാണ്? കൃഷ്ണൻ. കൊല്ലാൻ ഒരാളുണ്ടെങ്കിൽ എപ്പോഴും പേടിയാണ്. കൃഷ്ണൻ 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 എന്ന് ഭയന്ന് ഭയന്ന് ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയ ആളാണ് കംസൻ. അതേപോലെ ദ്വേഷാത് ചൈദ്യ, വിദ്വേഷം കാണിച്ചവനാണ് ശിശുപാൽ. ഭഗവാനെ വിദ്വേഷിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം പ്രസംഗിച്ചു. ആ രാജസൂയത്തെ എത്ര പ്രാവശ്യമായിരുന്നു? 101 പ്രാവശ്യം കണക്കറ്റ് ഭഗവാനെ വിദ്വേഷിച്ച് പറഞ്ഞു. അതേപോലെ സംബന്ധം കൊണ്ട് വൃഷ്ണികൾ, ഭഗവാനുള്ള ബന്ധുത്വം കൊണ്ട് വൃഷ്ണികൾ ഭഗവാനെ പ്രാപിക്കാൻ കാരണമായി. സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം, സ്നേഹം കൊണ്ട് നിങ്ങളും, ഭക്തിയ വയം ച, ഭക്തി കൊണ്ട് ഞങ്ങളും. കണ്ടില്ലേ ഇവിടെ ഇപ്പം എന്തൊക്കെ ഭാവങ്ങളാണ് വന്നത്? കാമം വന്നു, ഭയം വന്നു, അതേപോലെ വിദ്വേഷം വന്നു, സംബന്ധം വന്നു, അതേപോലെ എന്താണ് ഭക്തി വന്നു, ബന്ധുത്വം വന്നു. ഇതൊക്കെ ഭഗവാനോടാവാം, മറ്റുള്ളവരോടാവരുത്. ഭയം ആരെയായിരിക്കണം? ഭഗവാൻ. ബന്ധു ആരായിരിക്കണം? ഭഗവാൻ. സ്നേഹം ആരോടായിരിക്കണം? ഭഗവാനോട്. കോപം ആരോട് വേണം? ഭഗവാനോട്. അടുത്തുള്ളവരോട് കോപിക്കരുത്. ഇതെല്ലാം എന്ത് ചെയ്യണം? അവിടേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന വാസനകളൊക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ച് രജസിൻ്റെയും തമസിൻ്റെയും അപ്പുറത്തുള്ള സത്വവും കടന്ന് ഗുണാതീതനായിട്ട് മാറും. അങ്ങനെ ആയി മാറുമ്പോഴാണ് മോക്ഷാർഹനായിട്ട് മാറുന്നത്. സത്വഗുണവും പോരാ, അതും കളയണം. സത്വഗുണം കൊണ്ട് നമുക്ക് ജീവിക്കാം, പക്ഷെ അതും കളയണം. ഇങ്ങനെ ദുർവാസനകളിലെയും സദ്വാസനകളിലെയും പരിണത ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ദുർവാസന അനുഭവിച്ച 2 കഥാപാത്രങ്ങളെ, ജയവിജയന്മാർ എന്ന 2 പേരെ, ഭാഗവതം വായിച്ചുള്ളവർക്ക് അറിയാവുന്ന കഥയാണ്. വൈകുണ്ഠലോകത്തിലെ പാറാവുകാരാണ്, ഭഗവാന്റെ അടുക്കൽ നിൽക്കുന്നവരാണ്. വിജയൻ എന്ന 2 പാർഷദന്മാർ. അവർ ദുർവാസനകളുടെ പ്രതീകമാണ്. പക്ഷെ പ്രഹ്ലാദനാകട്ടെ ശുഭവാസനയുടെ പ്രതീകമാണ്. ഈ 2 പേർ തമ്മിലുള്ള താരതമ്യമാണ് ഈ സ്കന്ധത്തിലെ വിഷയം മുഴുവൻ. ഇതൊന്ന് താരതമ്യം ചെയ്ത് പരതാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് ചെയ്യുക. അപ്പോൾ നമ്മളും ആ വഴിക്കാണ് പോകേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കണം, അതാ വേണ്ടത്. കാമം കൊണ്ടാകാം, കോപം കൊണ്ടാകാം, വിദ്വേഷം കൊണ്ടാകാം, ഭയം കൊണ്ടാകാം, സംബന്ധം കൊണ്ടാകാം, ഭക്തി കൊണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ മനസ്സെവിടെ ഉറയ്ക്കണം? ഭഗവാനിലേക്ക് ഉറയ്ക്കണം. അങ്ങനെ ഈ ജയവിജയന്മാർ വൈകുണ്ഠത്തിലെ പാറാവുകാരായിട്ടിരിക്കുമ്പോൾ ഒരിക്കൽ സനകാദികളായ മഹർഷിമാർ 7 പേർ, അല്ല 4 പേർ, സനകൻ, സനന്ദൻ, സനാതൻ, കുമാരൻ, ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ 4 പുത്രന്മാരാണ്. ഇവർ കുട്ടികളാണ്, എന്നും ഒരുപോലെ ഇരിക്കത്തുള്ളൂ. അച്ഛൻ്റെ ജോലിയിൽ സഹായിക്കാൻ നിന്നിട്ട് പറ്റിയില്ല. ഞങ്ങൾ തപസ്സിന് പോയപ്പോൾ അവർ പോയവരാണ്. ഈ 4 പേര് ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നവരാണ്. 14 ലോകങ്ങളിലും ഇഷ്ടം പോലെ കറങ്ങും. ഇന്നടത്ത് പോകണം, പോരുന്നില്ല,
ഒരിടത്തേക്കും 10 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും, വേറൊരിടത്തേക്കും. ഇങ്ങനെ യോഗസിദ്ധി കൊണ്ട് കറങ്ങി നടക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ സഞ്ചരിച്ച് വൈകുണ്ഠ ലോകത്തിലെത്തി. എത്തിയപ്പോൾ തോന്നി ഭഗവാനെ കണ്ടു കളയാം, ഒന്ന് കണ്ടിട്ട് പോയേക്കാം എന്ന് കരുതി ആ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ ഭഗവാൻ ശയിക്കുന്ന സ്ഥലത്തേക്കെത്താൻ 6 കക്ഷകൾ, മതിലുകളുണ്ട്. ഓരോന്നും കടന്ന് വേണം അപ്പുറത്ത് വരാൻ. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്നൊക്കെ നമ്മൾ കീർത്തനം പാടുന്നത് കൊണ്ട് തന്നെയാണ്. ഈ 6 കക്ഷകൾ കടന്ന് വേണം അകത്തെല്ലാൻ. അങ്ങനെ അകത്തെത്തുന്നതിന് മുമ്പുള്ള തൊട്ടു മുമ്പുള്ള കക്ഷിയുടെ വാതുക്കൽ 2 കാവൽക്കാരുണ്ട്. അവരാണ് ജയനും വിജയനും. അവർ നോക്കുമ്പോൾ കുട്ടികളാണ്. 8 വയസ്സ് പോലും കഷ്ടിച്ചേ ഉള്ളൂ. 2 കുട്ടികൾ, അല്ല 4 കുട്ടികൾ ഒന്നിച്ച് ഓടി വന്ന് വൈകുണ്ഠത്തോട് കയറാൻ പോകുന്നു. അങ്ങനെ ചുമ്മാ പിള്ളേർക്ക് കയറിപ്പാൻ പറ്റിയ സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, തങ്ങളുടെ കയ്യിലിരുന്ന വടികൊണ്ട് ഒന്ന് തടഞ്ഞു. അവിടെ നിൽക്കുമെന്ന്. സനകാദികൾ ആരെന്ന് ഇവർക്കറിയില്ല, ഇത്ര വലിയ മഹായോഗികളാണെന്നും അറിയില്ല. ഒന്ന് തടഞ്ഞവിടെ നിർത്തി. അപ്പോൾ സനകാദികൾ നിന്നു. കാരണം പാറാവുകാർ പറയുന്നത് അനുസരിക്കണമല്ലോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അകത്ത് കിടക്കാൻ എന്താണ് യോഗ്യത? അകത്ത് കിടക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത സമ്പാദിക്കണം, അതിന് ഭഗവാന്റെ അനുഗ്രഹം നേടണം. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് കയറാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇവർ ജൈവജന്മ സൂക്ഷിച്ച് നോക്കി, ഇവരാരാണ് ഞങ്ങളെ തടയാൻ? ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ ഏത് ലോകത്തും കടന്നു ചെല്ലാൻ പറ്റുന്നവരാണ്. അപ്പോൾ ഭഗവാനെ കാണാൻ പോകുന്നവരെ തടയുന്ന ആൾക്കാർ ലോകത്തിലുണ്ടെങ്കിൽ അവരെ ശപിക്കുക തന്നെ ചെയ്യണം, അല്ലേ? ഈശ്വര ദർശനത്തിന് വേണ്ടി അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പം പോകണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞാൽ ജൈവജന്മാരെ പോലെ തന്നെയാണ്. അങ്ങനെ തടയുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ടാകും. വൈകുണ്ഠ ലോകത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അവരെ കണ്ടപ്പോൾ ഈ ജയവിജയന്മാരെ സനകാദികൾ ക്ഷോഭിച്ചൊന്നുമില്ല, പെട്ടെന്ന് ശപിച്ചു. കാരണം ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ശപിച്ചത്? അശപത് കുപിതായേവം യുവം വാസന്നചർഹത. ഇവിടെ ജീവിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ തിരിച്ചറിവുണ്ടാവണം. വരുന്നവരാരാണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരാണ് പാറാവുകാർ. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് മുഖത്തോട് നോക്കി തന്നെ അറിയാം. ഇതൊന്നും അറിയാത്ത നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അതുകൊണ്ട് രജസ് തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ. മധുദ്വേഷ്യായ ഭഗവാന്റെ പാദമൂലത്തിൽ നിൽക്കുന്ന നിങ്ങൾ പാപിഷ്ഠാം ആഫുരിം യോനിം, പാപിഷ്ഠമായ അഫുരയോനിയെ ബാലിശോ യാതമാശ്വത പ്രാപിക്കട്ടെ. നിങ്ങൾ അഫുരയോനിയിൽ പോയി ജനിക്കട്ടെ എന്നാണ് ശപിച്ചത്. കാരണം അതിനുള്ള യോഗ്യത ഇപ്പോൾ ഉള്ളൂ. അഫുരന്മാരുടെ സ്വഭാവമാണ് ഈശ്വരനെ കാണാൻ പോകുമ്പോൾ തടഞ്ഞു നിർത്തുക, അവിടെ നിൽക്കൂ, പോവരുത് എന്ന് പറയാൻ. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? അഫുരയോനിയിൽ തന്നെ പോയി ജനിക്കണം. നിങ്ങൾക്ക് ഇത്രയും യോഗ്യത സമ്പാദിച്ചാണ് ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയത്. അത് നിങ്ങൾ കളഞ്ഞു വിളിച്ചു. അല്പനിമിഷം മതിയെന്ന് നോക്കിയോ. ഇത്രകാലം ഉണ്ടാക്കി വെച്ച ഒരു ഭക്തിയെ ഒരു നിമിഷം വൈകുണ്ഠ ലോകത്തിൻ്റെ വാതുക്കൾ വരെ എത്തിയവരാണ് ആര്? ഈ ജൈവിജന്മാർ. അവിടെ വെച്ചാണ് തങ്ങളുടെ സ്വഭാവത്തിന് ചെറിയ മാറ്റം വന്നപ്പോൾ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് പോകേണ്ടത്. ഈ ശാപവും ഈ ഉറക്കെയുള്ള ശബ്ദവും കേട്ടപ്പോൾ ഭഗവാൻ അകത്തുനിന്ന് എഴുന്നള്ളി പുറത്തേക്ക് വന്നു, വാതുക്കലേക്ക് വന്നു. നോക്കൂ, ഭക്തന്മാരെ കാണാൻ ഭഗവാൻ അടുത്തേക്ക് വരും, അങ്ങോട്ട് ചെല്ലണമെന്നില്ല. എവിടെ ഇരുന്നാലും മതി, ഭഗവാൻ എന്ത് ചെയ്യും? അവിടേക്ക് വരും. അപ്പം സനകാദികളുടെ ആഗ്രഹം സാധിച്ചു. ആരെ കണ്ടു? ഭഗവാനെ കാണാമായിരുന്നു. കാരണം ഭഗവാൻ അടുത്തേക്ക് വന്നു, അങ്ങോട്ട് പോയി കാണേണ്ടതല്ല. വന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ ജോലിക്കാരാണ് ഇവർ 2 പേരും. ഇവർ നിങ്ങളോട് കാണിച്ച അപരാധത്തിന് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു നിങ്ങളോട്. സനകാദികൾ അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇങ്ങനെ പറയുക? ലൗകികവന്ദനായ ഭഗവാൻ ഇവരുടെ മുമ്പിൽ നിന്ന് മാപ്പ് ചോദിക്കുകയാണ്. ആർക്ക് വേണ്ടി? എൻ്റെ ജോലിക്കാരാണല്ലോ. തങ്ങളുടെ ജോലിക്കാരെ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് മാപ്പ് ചോദിക്കേണ്ടത് ഉടമസ്ഥന്മാർ തന്നെയാണ്.
അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പം സനകാദികൾ പറഞ്ഞു, ഒരിക്കലും അങ്ങ് മാപ്പ് ചോദിക്കേണ്ടതല്ല, അങ്ങയെ കാണാൻ വന്നവരാണ്. ഇടയ്ക്ക് തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഇവർ പോയി. എന്താണ്, ആഫുര ജന്മത്തിൽ ജനിച്ചു വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു. അത് ശാപമല്ല, അനുഗ്രഹമാണ്. മനസ്സിലായി? ഇങ്ങനെ തന്നെ വേണം, നിങ്ങൾ ചെയ്തത് നന്നായി. ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. പക്ഷേ എൻ്റെ ജോലിക്കാരായിട്ട് ഞാൻ അവർക്ക് ഇളവ് കൊടുക്കാം. 3 ജന്മം ജനിച്ചിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നു. ആവൂ, ഇവർക്ക് സമാധാനമായി. 3 ജന്മം മതി. നമുക്കൊക്കെ എത്ര വേണ്ടി വരും? 100,000 ജന്മങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിലേക്ക് വരേണ്ടി വരിക. പക്ഷേ ഇത് ഭഗവാൻ തന്നെ പറഞ്ഞു, എൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇത്രയും അടുത്ത് വന്നവരല്ലേ, ഇനിയുള്ള രജോ ഗുണത്തെ നശിപ്പിക്കാൻ 3 ജന്മം മതി. അതുകൊണ്ട് ഈ 3 ജന്മം ആഫുര യോനിയിൽ പോയി ജനിക്കട്ടെ എന്നവരെ എന്ന് ഭഗവാൻ ഈ അനുഗ്രഹത്തിന്, ഈ ശാപത്തിന് ശാപമോക്ഷം കൊടുത്തു. ഈ 3 ജന്മത്തിൽ ഞാൻ തന്നെ നിങ്ങളെ കൊന്നുകൊള്ളാം. ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ നിഗ്രഹിച്ച് 3ാമത്തെ ജന്മത്തിൽ ഈ സ്ഥാനത്ത് തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടിരുത്തി എൻ്റെ പറവുകാരായിട്ട്. ഹാവു, ജൈവജന്മാർക്ക് സമാധാനമായി. 3 ജന്മം മതിയല്ലോ. ഈ 3 ജന്മവും ഞങ്ങളെ കൊല്ലാൻ ആരേ വരികയുള്ളൂ? ഭഗവാൻ മാത്രം. എന്തൊരു ഭാഗ്യമാണ്! ഈ ഭാഗ്യം ആർക്ക് കിട്ടും? അതാണ് ജൈവജന്മ ഭഗവാന്റെ അടുക്കലേക്ക് എത്തിയവരാണ്. അങ്ങനെ ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും രാവണനായിട്ടും കുംഭകർണനായിട്ടും ശിശുപാലനായിട്ടും ദന്തഭക്തനായിട്ടും 3 ജന്മം ജയനും വിജയനും അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് യാത്രയായി. അപ്പോൾ ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നുള്ള പേരിൽ 2 ജന്മങ്ങളാണ്. അങ്ങനെ ഹിരണ്യകശിപു മുമ്പ് പറഞ്ഞു ഈ കഥ മുഴുവൻ ദിതിയുടെ പുത്രനായി ജനിച്ച കഥ, കശ്യപിൻ്റെയും ദിതിയുടെയും പുത്രനായിട്ട് ജനിച്ച കഥ. നേരത്തെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ ഹിരണ്യകശിപു സ്വാഭാവികമായും വിഷ്ണു ഞങ്ങളെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? വിഷ്ണുവുമായിട്ട് ദ്വേഷം ഉണ്ടാക്കണ്ടേ? അല്ല, കൊല്ലുമോ? ഭക്തനായിട്ടിരുന്നാൽ കൊല്ലുമോ? ഇല്ല. എന്ത് ചെയ്യണം? വിദ്വേഷിയാകണം. അതുകൊണ്ട് വിഷ്ണുവിനെ വിദ്വേഷിക്കാൻ നിശ്ചയിച്ചു 2 പേരും. എവിടെയാണോ വിഷ്ണുവിനെ സ്തുതിക്കുന്ന കർമ്മങ്ങൾ നടക്കുന്ന അതൊക്കെ ഇല്ലാന്ന് ചെയ്യാം. യജ്ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. വേദം ചൊല്ലരുത്, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കരുത്, നാമം ചൊല്ലരുത്, കീർത്തനം ചൊല്ലരുത്. ഇതൊക്കെ കണ്ടാൽ ശിക്ഷിക്കും. നാട് മുഴുവനും വിഷ്ണു വിദ്വേഷത്തെ പരത്തിക്കൊണ്ട് ഭഗവാനെ ആരും കാണുക പോലും ചെയ്യരുത്. ഭഗവാനെ കാണാൻ പോയവർക്ക് തടസ്സം സൃഷ്ടിച്ചവരാണിവർ. ഇവർ തന്നെ പറയുകയാണ് ഭഗവാനെ കാണാൻ ആരും പോകരുത്. സത്കർമ്മം ചെയ്താൽ കാണാനിടയാകുമല്ലോ, അതുകൊണ്ട് സത്കർമ്മം തടയണം. അത് വേണ്ടെന്ന് വെച്ചു. അത് വിലക്കി വിഷ്ണുവിനെ കാണാൻ ചെന്ന സനകാദികളെ തടഞ്ഞവരാണല്ലോ വാസ്തവത്തിൽ ഇവർ. അതുകൊണ്ട് ആ സത്കർമ്മത്തെ ഇവർ എന്ത് ചെയ്തു? എല്ലാം തടഞ്ഞു. ഭൂമിയിൽ ഒരു സത്കർമ്മങ്ങളുമില്ല. ഹിരണ്യകശിപു ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. കയാധുവിനെ വിവാഹം കഴിച്ചു. 4 പുത്രന്മാർ. കഥയൊക്കെ മുമ്പിവിടെ പറഞ്ഞതാണ്. ഹ്ലാദൻ, വിഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ, 4 പുത്രന്മാർ. വിഷ്ണുവിനെ ഹനിക്കലാണ് ഏക ലക്ഷ്യം. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ തൻ്റെ ജീവിത കൃത്യം ആരെയാണ്? വിഷ്ണുവിനെ നശിപ്പിക്കണം. അപ്പോൾ മാത്രമേ വിഷ്ണു ഞങ്ങളെ നശിപ്പിക്കുമല്ലോ, ഇതറിയാം. പക്ഷെ ഈ 4 മക്കളിൽ 3 പേരും അച്ഛനെ പോലെയായി. എന്താണ്? വിഷ്ണു വിദ്വേഷികളായി. ഒരാൾ മാത്രം അപകടകാരിയായി. എന്താ അപകടം? വിഷ്ണു ഭക്തനായിട്ട് മാറി. 4 മക്കളിൽ ഒരാൾ ആരായി? വിഷ്ണു ഭക്തനായിട്ട് മാറി, കുഴപ്പക്കാരനായി. നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുള്ളതാണ്. ഒരച്ഛൻ്റെ അമ്മയുടെയും 4 മക്കൾ. മൂത്തവന് വിളക്ക് കത്തിക്കാനോ നാമം ചൊല്ലാനോ ഒക്കെ ആരും പറയാതെ പ്രത്യേക താല്പര്യം. ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല. അവൻ തന്നെത്താൻ അകൃത്യം ഏറ്റെടുക്കുകയാണ്. കാരണം അവൻ്റെ ഉള്ളിലുള്ള വാസന അവനെ പ്രചോദിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സന്ധ്യയാകുമ്പം വിളക്ക് കത്തിക്കുക, നാമം ചൊല്ലുക, പൂ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. 2ാമത്തെ ആളിനൊന്നും താല്പര്യമില്ല.
അയാൾക്ക് എന്താണ് കവലയെ കൂടി 4 അടിപിടിയും ബഹളമൊക്കെ ഉണ്ടാക്കി 4 പേരെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അടിപിടി ഉണ്ടാക്കി നടക്കാൻ അയാൾക്ക് ഇഷ്ടം. ആരും അയാളെ പറഞ്ഞ് പഠിപ്പിച്ചല്ല, അയാളുടെ വാസന അങ്ങനെയാണ്. നോക്കൂ, ദുർവാസന. ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. 3-ാമത്തെ ആളിന് ഇടുന്നല്ല താല്പര്യം. അയാൾക്ക് എന്താ കടയിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലും സാധനം തീർന്നു വെച്ചാൽ അപ്പോൾ ഓടിച്ചാടി കടയിൽ പോകും. ആരും പ്രത്യേകിച്ച് പറയണ്ട, സാധനമൊക്കെ പിടിച്ചുകൊണ്ടിരും, സാധനം കൊണ്ടു കൊടുക്കും. എനിക്ക് ഇഷ്ടമാണ്. 4-ാമത്തവനോട് ഇതിലൊന്നുമല്ല, 3 പേരും പറയുന്നത് കേൾക്കും. മൂത്തവൻ്റെ കൂടെ പൂമറിക്കാൻ ചെല്ലും, 2-ാമത്തവനോട് അടിപിടി ഉണ്ടാക്കാൻ ചെല്ലും, 3-ാമൻ്റെ കൂടെ എന്ത് ചെയ്യും, സാധനം മേടിക്കാൻ കടയിൽ പോകും. നമുക്ക് 4 സ്വഭാവക്കാരാണ് 4 പേര്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ജന്മാന്തര വാസന ഇവരിലേക്ക് സംക്രമിച്ചിട്ടുണ്ട്. ഒരച്ഛൻ്റെയോ അമ്മയുടെയും മക്കളിൽ ഈ വാസനകൾ എന്താണ്, ദുർവാസനയും സദ്വാസനയും മാറി മാറി ഉണ്ടാവാം. ഇവിടെ 3 മക്കൾ അച്ഛനെ പോലെ വിഷ്ണു വിരോധികളാണ്. ഒരാൾ മാത്രം അച്ഛനെ പോലെയല്ല, പിന്നെന്താണ്, അയാൾ വിഷ്ണു ഭക്തനുമായിട്ട് മാറി. അതാണ് പ്രഹ്ലാദൻ. അപ്പം സദ്വാസനയുടെ പ്രതിനിധിയായി പ്രഹ്ലാദൻ. അങ്ങനെ വരാഹാവതാരം കഴിഞ്ഞ് ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ച കഥയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഹിരണ്യകശിപുവിനെ നന്നായിട്ട് ഇട്ടുലച്ചു, നടുക്കി. കാരണം അനുജനെ കൊന്നു കളഞ്ഞു ആര്, ഭഗവാൻ. എന്താണ്, ഒരു പന്നിയുടെ വേഷം കെട്ടിയിട്ട് കൊല്ലാൻ വരുന്നതെങ്കിൽ വിഷ്ണുവിൻ്റെ വേഷത്തെ വന്നുകൂടെ? ഈ വേഷം മാറി ഒരു പന്നിയുടെ വേഷം കെട്ടി വന്നാൽ ഞങ്ങളാരും അറിയാതെ ആരെ കൊന്നു, അനുജനെ കൊന്നു. അതുകൊണ്ട് ഈ അനുജനെ കൊന്ന് ഭഗവാനെ വധിക്കാൻ ഇനി ഒറ്റ ലക്ഷ്യമുള്ളൂ, തപസ് മാത്രമേ ഉള്ളൂ നിശ്ചയിച്ചു. നോക്കൂ, വൈകുണ്ഠലോകത്തിൽ നിന്നതിൻ്റെ ഒരു ചെറിയ ഫലമാണ് തപസ് ചെയ്യണമെന്ന്. അല്ല, അതിന് പോവില്ലല്ലോ. ഹിരണ്യാക്ഷൻ്റെ മൃതശരീരം മുമ്പിൽ വെച്ചുകൊണ്ട് കയാധുവും മക്കളും, അല്ല അമ്മയും എന്താണ്, ആ ഹിരണ്യാക്ഷൻ്റെ പത്നിയും മക്കളും ധാരാളം വിലപിച്ച് കരയുന്നു. അപ്പോൾ ഈ ഹിരണ്യകശിപു ചെന്ന് അവർക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നു. ഭൂതാനാമിഹ സംവാസ പ്രഭായാമിവാം. എന്തിന് നിങ്ങൾക്കറിയുന്നു? ഭൂതങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഒന്നിച്ചുകൂടി ഒരിടത്ത് കുറേ കാലം ജീവിക്കുക എന്നുള്ളതില്ല. അങ്ങനെ ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പം കുറച്ച് പേര് പോവും. ഏതുപോലെ, പ്രഭായാമിവ, ഒരു തണ്ണീർപ്പന്തൽ പോലാണ്, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലാണ്. കുറേ പേര് കൂടി നിൽപ്പുണ്ട് ബസ്സുകാർക്ക്. ആദ്യ ബസ് വരുമ്പോൾ കുറേ പേര് എന്ത് ചെയ്യും, അതിൽ കയറി പോകും. അപ്പം ബാക്കിയുള്ള ഒരാൾ നിൽക്കും. അടുത്ത ബസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരും കയറിപ്പോകും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. ഇതാരാ പറയുക? ഹിരണ്യകശിപു. നോക്കൂ, വൈകുണ്ഠലോകത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പൂർണ്ണത ആരിലുണ്ട്? ഹിരണ്യകശിപുവിലുണ്ട്. നിത്യോ അവ്യയ ആത്മാശുദ്ധ സർവക സർവവിത് അലിംഗോ ലിംഗവാനിവയോഗോ വിയോഗ കർമ്മ സംസ്കൃതി. യോഗവിയോഗങ്ങൾ കർമ്മത്തിൻ്റെ സംസാരങ്ങളുണ്ടാകുന്നതാണ്. എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരിക്കാന്നുള്ള ഒത്തിരി കാലം നടക്കില്ല. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ എല്ലാവരും കൂടി 100-200 വർഷമൊക്കെ ജീവിക്കുമോ? ഇല്ല. ഓരോരുത്തർ കാലം അനുസരിച്ച് എന്ത് ചെയ്യും? ആദ്യം ബസ് വരുമ്പം കയറിപ്പോകും. ചിലപ്പം മോനായിരിക്കും, ചിലപ്പം മകളായിരിക്കും, ചിലപ്പം ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും. ആരാ പോകുന്ന ആർക്കറിയാം? വണ്ടി വരുന്നതനുസരിച്ച് പോകും. ഒന്നിച്ചൊരിടത്ത് ജീവിക്കാൻ ആർക്കും പറ്റില്ല. അപ്പം മരിക്കുക എന്നുള്ളത് എന്താണ്? സ്വാഭാവികമാണ്. അതിന് വിലപിച്ചിട്ട് കാര്യമില്ല. ഹിരണ്യകശിപു അനുജൻ്റെ ഭാര്യയെ ഉപദേശിക്കണം, മക്കളെയും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനുശോചനം അസ്ഥാനത്താണ്. അനുശോചനം ദുഃഖത്തെ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് മരിച്ചുപോയവരെ കുറിച്ച് എന്ത് ചെയ്യരുത്? അനുശോചിക്കരുത്. അനുസ്മരണം ആവാം, അനുശോചനം പാടില്ല. കാരണം എന്താ? ഒരാൾ മരിച്ചു, ആ വീട്ടിലുള്ള എല്ലാവരും കുറേ നാളത്തേക്ക് അതിൻ്റെ ദുഃഖമാണ്. 3-4 മാസം ദുഃഖം അനുഭവിച്ച് കുറേശ്ശെ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വന്ന് ഏതാണ്ട് ശാന്തമായി മനസ്സ് പാകപ്പെടുത്തി എല്ലാവരോടുമൊക്കെ ഇടപെട്ട് നന്നായി വരുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഒരു അനുശോചന സമ്മേളനം വെക്കും. അതിനകത്ത് ഇവരെ വിളിച്ചിരുത്തും. ആരെക്കുറിച്ചാണ് പറയുന്നത്? മരിച്ചുപോയവരെ ഗുണഗണങ്ങളൊക്കെ വിളിച്ചു വരും. അപ്പോൾ ഇവരുടെ ദുഃഖം എന്ത് ചെയ്യും? കൂടും.
അപ്പോൾ വാസ്തവത്തിൽ അനുശോചനം ദുഃഖത്തെ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അനുശോചനം ചെയ്യരുത്. പിന്നെന്താണ്? അനുസ്മരണം ആവാം, അത് ദുഃഖമായിട്ട് മാറരുത്. നമ്മളിപ്പോൾ ഇതൊന്നും അറിയാതെ എത്ര പ്രാവശ്യം അനുശോചന സമ്മേളനം വെക്കുന്ന ആരെക്കുറിച്ചൊക്കെ പിന്നെയും ദുഃഖം നവീകരിക്കുകയാണ്. അതൊന്ന് കുറച്ച് വരുമ്പോൾ അതുപോലെ ഇതാണ് ഹിരണ്യകശിപു പറഞ്ഞു കൊടുത്ത് അനുശോചനം ചെയ്യരുത്. ആരെക്കുറിച്ച് എന്ത് ചെയ്യരുത്? ദുഃഖിച്ച് കരയരുത്. ഇതൊക്കെ സ്വാഭാവികമാണ് ജീവിതത്തിൻ്റെ നമ്മളും പറയും, ജനിക്കുമ്പോൾ തന്നെ മൃത്യു നിശ്ചയിച്ചിട്ടുണ്ട്, ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല. യോഗവിയോഗങ്ങൾ നമ്മളാരും നിശ്ചയിക്കുന്നതല്ല, അത് ഈശ്വര കൽപ്പിതമാണ്, അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ കുറേ ഉപദേശിച്ചിട്ട് ഉഷീനര രാജ്യത്ത് ഫുയജ്ഞൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ കഥ ഉദാഹരിച്ച് പറയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അദ്ദേഹം മരിച്ചുപോയ മക്കളെ കുറിച്ച് ഇഷ്ടം പോലെ വിലപിച്ചു. അവസാനം യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരോട് ചോദിച്ചു, മരിച്ചവരുടെ ബന്ധുക്കളുമായി ഒരു സംവാദം നടത്തി, മരിച്ചു കഴിഞ്ഞവരെയും ആയിട്ട്. അപ്പം പറഞ്ഞു, ജനനമരണം ലോക സ്വഭാവമാണ്, ആർക്കും മാറ്റാൻ പറ്റില്ല. യമധർമ്മൻ ഇവർക്ക് ഉപദേശിച്ചു കൊടുത്താണ്, ആർക്കും മാറ്റാൻ പറ്റില്ല. ജനിക്കുമ്പം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നപ്പം മരിക്കണം എന്നുള്ളത്. ആ ബാക്കി എന്തിനെക്കുറിച്ച് വേണേൽ ദുഃഖിക്കാം, പക്ഷേ മരിക്കുന്നതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല, അത് സംഭവിക്കും. ആർക്കും ഉണ്ട്, അത് ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല. ഒരു കലിംഗ പക്ഷിയുടെ കഥയുമൊക്കെ പറയാം അവിടെ വെച്ച്. ആ പക്ഷിയെ വേടൻ വന്ന് അമ്പെയ്ത് താഴെയിട്ടു. ആ പെൺപക്ഷി അവിടെ ഇരുന്ന് വിലപിക്കും, കഷ്ടം, ഈ മക്കളെ ഇനി ആര് നോക്കും, ഞാൻ കഷ്ടപ്പെട്ട് വേണം ഇവരെയൊക്കെ പരിപാലിക്കാൻ, ഇവർക്ക് തീറ്റ കൊടുക്കാൻ ആരുണ്ട് എന്നിങ്ങ് ഓരോന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുമ്പോൾ ഈ വേടൻ തന്നെ ഇവളെ, ഈ പെൺപക്ഷിയെ അമ്പെയ്ത് താഴെയിട്ടു. നോക്കൂ, ഇവൾ രക്ഷപ്പെട്ടായിരുന്നെങ്കിലോ ഒന്നും പറ്റില്ല, സുഖമായിട്ട് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. അവിടെ നിന്ന് വിലപിച്ചപ്പോൾ ആര്? വേടൻ. ഇതുപോലെ യമധർമ്മൻ എന്ന് പറയുന്ന കാലം നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ അന്ത്യം ഇത് സംഭവിക്കും, വെറുതെ വിലപിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉപദേശിച്ചിട്ട് തപസ്സിന് വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിലേക്ക് യാത്രയായി. ഏകാഗ്രമായ തപസ്, ഒന്നിനും ശ്രദ്ധയില്ല. തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ മാത്രം തപസ് ചെയ്തു. വിഷ്ണുവിനെ പറ്റില്ല, ശത്രുവല്ലേ. അപ്പോൾ ആരെയാണ്? ബ്രഹ്മാവിനെ തപസ് ചെയ്തു. നിരന്തരമായും തപസ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒന്നും അനങ്ങാനാവാതെ ദേഹം ഒരു കല്ലുപോലെയായി. കുറേ കഴിഞ്ഞപ്പോൾ വള്ളികളൊക്കെ വന്ന് അതേ ചുറ്റി പടർന്നു കയറി, പാമ്പും അട്ടയൊക്കെ കൂടുവെച്ചു. ഇതൊന്നും ഇദ്ദേഹം അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ കഠിനമായ തപസ്സാണ്. ഈ തപസ്സിൻ്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം ഈ പ്രപഞ്ചത്തിലുള്ള വായുവിനെ മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് എല്ലാ പ്രാണികൾക്കും ശ്വാസമുട്ടലുണ്ടാക്കി. അപ്പോൾ ദേവന്മാരും എല്ലാവരും ചെന്ന് പറഞ്ഞു, ഇതൊരു അപകടമാണ്, ഇനി ഞങ്ങൾക്കാർക്കും നിലനിൽക്കാൻ പറ്റില്ല. ബ്രഹ്മാവിനോട് പറഞ്ഞു, ചെന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു വല്ല രക്ഷയില്ല. ബ്രഹ്മാവ് ഹിരണ്യകശിപുവിനെ തപ്പി മന്ദരപർവ്വതത്തിൽ ഇങ്ങനെ നടന്നപ്പോൾ കാണാനില്ല. എവിടെയാ അദ്ദേഹം? എങ്ങനെ അറിയും? അവസാനം ഒരു പുറ്റ് കണ്ടു. ആ പുറ്റിലൊന്ന് തട്ടിക്കൊട്ടി നോക്കിയപ്പോൾ കുറേ എല്ലിൻ്റെ ഒരു കൂട് മാത്രം ഇരിപ്പുണ്ട്. എല്ലിൻ്റെ ഒരു കൂട് മാത്രമുണ്ട്. കയ്യിൽ നിന്നും കമണ്ടലിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് തളിച്ചപ്പോൾ ആ ഹിരണ്യകശിപു സജീവനായി എഴുന്നേറ്റിരിക്കുന്നു. ജീവൻ ഇരിപ്പുണ്ടായിരുന്നു, ബാക്കിയെല്ലാം പോയി. മാംസമില്ല, ഒന്നുമില്ല, എല്ലു മാത്രമേ ഉള്ളൂ. എല്ലിൽ തൻ്റെ ജീവൻ ഒതുക്കി വെച്ചുകൊണ്ട് തപസ്സാണ് ഇപ്പോഴും. ഹിരണ്യകശിപുവിനെ പോലെ തപസ് ചെയ്ത ആരുമില്ല. ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു പോയി, ഞാൻ പോലും ഇത്രയും ചെയ്തിട്ടില്ല. അത്ര ഭയങ്കരമായ തപസ്സാണ്. അങ്ങനെ ബ്രഹ്മദേവനെത്തി വരം നൽകി. ആദ്യം ചോദിച്ചു, എന്ത് വരമാ വേണ്ടത് ചോദിച്ചോളൂ. അപ്പം പറഞ്ഞു, യതിദാസ്യാമ്യഭിമതാൻ വരാൻ മേ വരദോത്തമാം. എന്തെങ്കിലും വരം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏതെങ്കിലും ഒരു വരം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്ന തരണം. പിന്നെ അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ എന്നൊന്നും പറയരുത്. യതി ദാസ്യതി അഭിമതാൻ വരാൻ മേ വരദോത്തമാം ഭൂതേഭ്യ വിസൃഷ്ടേഭ്യ
അങ്ങ് സൃഷ്ടിച്ച സമസ്ത ഭൂതഗണങ്ങളിൽ നിന്നും മൃത്യുർ മാഭൂത്, മരണം ഉണ്ടാവരുത്. അങ്ങ് സൃഷ്ടിച്ച ഒരാളിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടാവരുത്. അപ്പം പിന്നെ ആരെന്നെ ഉണ്ടാകാവൂ? അങ്ങനെ നിന്നല്ലേ പറ്റുള്ളൂ. ബാക്കി ആരും എന്നെ കൊല്ലരുത്. അങ്ങ് സൃഷ്ടിച്ചവരിൽ നിന്നും എനിക്ക് വരം ഉണ്ടാവരുത്, എനിക്ക് ഒരിക്കലും മൃത്യു ഉണ്ടാവരുത്. പിന്നെ എന്താണ്? അന്തർ ബഹിർ, അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, ദിവ പകലാവരുത്, നക്തം രാത്രിയിലാവരുത്, അന്യപാദവിജായുധൈ, ഒരായുധം കൊണ്ടും എന്നെ കൊല്ലരുത്, ഭൂമൗ ഭൂമിയിലാവരുത്, അമ്പരി ആകാശത്താവരുത്, മൃത്യുർ നരേർ മൃഗീരപി, മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത് എന്നിങ്ങനെ പട്ടിക നീണ്ടു പോയപ്പോൾ ബ്രഹ്മാവിന് ആശങ്കയായി. ആദ്യം പറഞ്ഞ എന്തുവാന്ന് മറന്നുപോയി. ഇത് വരി നീണ്ടു പോകുമല്ലേ, അവസാനം പറഞ്ഞത് മാത്രം ഓർത്തിരുന്നു, ബാക്കിയെല്ലാം മറന്നുപോയി. ഇനിയും ചോദിക്കാൻ പറ്റുമോ? എന്നിട്ട് ഹിരണ്യകശിപു നിർത്തുന്നില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൈകൊണ്ട് കാണിച്ചു, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വേഗം സ്ഥലം വിട്ടു. ഇനിയും പ്രശ്നമാണ്. കാരണം ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. എന്തൊക്കെയാ ചോദിച്ചത് പോലും ബ്രഹ്മാവിന് ശരിക്കും മനസ്സിലായില്ല. എന്തായാലും ഈ ചോദിച്ചൊക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവ് പോയി. ആ സമയത്ത് ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ചു. കാരണം ഇത് പറ്റിയ സമയമാണ്. ഹിരണ്യകശിപു ഇല്ല, അസുരന്മാർ ഛിന്ന ഭിന്നങ്ങളായി. അങ്ങനെ ആക്രമിച്ചപ്പോൾ കയാധുവിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ നാരദ മഹർഷിയിൽ രക്ഷിക്കപ്പെട്ടു. നാരദ മഹർഷിയെ ഏൽപ്പിച്ചു. ആ സമ്പർക്കം കൊണ്ട് പ്രഹ്ലാദൻ ഗർഭത്തിൽ വെച്ച് തന്നെ ഭക്തി ഉണ്ടാക്കാൻ കാരണമായി. ആഗർഭ സംസ്കാരം എന്ന ഒരു ഭക്തി പ്രഹ്ലാദൻ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ ഇത് കിട്ടണം, ജനിച്ചതിന് ശേഷമല്ല. നമ്മളൊക്കെ ഇപ്പം ജനിച്ച് കുറേ കഴിയുമ്പോഴാണ് അല്ലേ 50, 60, 70 ഒക്കെ വയസ്സാകുമ്പോൾ ഇനി ഇത്തിരി ഭക്തി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. അതൊക്കെ തൽക്കാലത്തേക്ക് നിൽക്കുകയുള്ളൂ. മേൽപ്പത്തൂർ പറഞ്ഞല്ലോ, ഭക്തേ ഉൽപ്പത്തി വൃദ്ധി. ഉൽപ്പത്തിയുണ്ട്, വൃദ്ധിയില്ല. ഭക്തി ഉണ്ടാവും നമുക്കൊക്കെ. ഏതെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ 1 മണിക്കൂർ അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ ഇനി അടുത്ത വെള്ളിയാഴ്ച ഉള്ളൂ. അതുവരെ ഭക്തി ഉണ്ടാവില്ല. ഉൽപ്പത്തിയുണ്ട്, പക്ഷെ എന്തില്ല? വൃദ്ധിയില്ല. അതിനെ വളർത്തിക്കൊണ്ടിരില്ല. അതുകൊണ്ടാണ് മേൽപ്പത്ത് പറഞ്ഞ ഭക്തേ ഉൽപ്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ നൂനം. ഭക്തി ഉണ്ടായാൽ പോരാ, എന്ത് ചെയ്യണം? അഭിവൃദ്ധി പ്രാപിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രഹ്ലാദൻ്റെ ആ ഗർഭത്തിൽ വെച്ച് തന്നെ നാരദ മഹർഷി ഉപദേശിച്ച കഥകൾ കേട്ട് ജനിച്ചു വീണപ്പോൾ നല്ല ദൃഢമായ ഭക്തിയാണ്. ആരൊക്കെ ചുറ്റും നിന്ന് നിർത്താനും മാറ്റാൻ പറ്റില്ല. ഇതാണ് ആ ഭക്തിയുടെ ഏറ്റവും വലിയ സമഗ്രഭാവം അവിടെയാണ്. നമുക്കതല്ല, ആരെങ്കിലും 10 പേര് ചുറ്റും നിന്ന് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, വിട്ട് കളഞ്ഞിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പതുക്കെ നമ്മളെ കിട്ടിട്ട് പോകും. കാരണം നമ്മുടെ ഭക്തി എന്തല്ല? ദൃഢം അല്ല, ഉറച്ചിട്ടില്ല. പക്ഷേ പ്രഹ്ലാദൻ്റെ ദൃഢമാവാൻ കാരണം ഗർഭത്തിൽ നിന്ന് കിട്ടതാണ്. 5ാമത്തെ മാസം മുതൽ ഗർഭസ്ഥ ശിശുവിന് ചിന്തിക്കാൻ കഴിയും, ചൈതന്യവാനാകും. അപ്പോൾ മുതൽ വിചാരിക്കുന്നത് ഈ ഗർഭത്തിൽ നിന്നും എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. ഞാൻ കഷ്ടപ്പെട്ട് ഇതിനകത്ത് സ്ഥലമില്ലാത്ത ഈ ഗർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുഴഞ്ഞ് കരഞ്ഞ് ആഹപ്പാടി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടന്നാൽ മതി, എന്നെ എന്ന് രക്ഷിക്കണേ, ഞാനിനി ആരെയും ഉപദ്രവിക്കില്ല, ആരെയും ദ്രോഹിക്കില്ല, ചീത്ത പറയില്ല, ഒന്നും ചെയ്യില്ല, ഭഗവാനെ മാത്രമേ സ്മരിക്കുള്ളൂ. എന്തൊക്കെ പ്രതിജ്ഞയെടുക്കും അവിടെ വെച്ച്. അപ്പോൾ നാരദ മഹർഷി ഉപദേശിക്കുന്ന 5ാമത്തെ മാസം മുതൽ ഫൽകഥകൾ കേട്ട് അമ്മയുടെ ഉള്ളിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് ഇതൊക്കെ കിട്ടേണ്ടത്. അമ്മയുടെ വിചാരങ്ങൾ ശിശുവിലേക്ക് പകരുകയാണ്. അമ്മ 5ാമത്തെ മാസം മുതൽ ഭാഗവതം വായിക്കുക, ഫൽകഥകൾ കേൾക്കുക, ഈശ്വരനാമങ്ങൾ ഉച്ചരിക്കുക, നല്ലത് പറയുക, ചിന്തിക്കുക. അങ്ങനെ ആയാൽ ഈ ശിശുവിലേക്ക് അത് സംക്രമിക്കും. അതേസമയത്ത് അമ്മ മുഴുവൻ സമയവും TV സീരിയലും സിനിമയും പരസ്യവും മാത്രം കണ്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഗർഭസ്ഥ ശിശു 10ാം മാസത്തിൽ പുറത്തു വരുമ്പോൾ ആദ്യം മുഷ്ടി ഇരുട്ടി അമ്മയുടെ നേരെ ചെല്ലും. കാരണം ഇതെല്ലാം കിട്ടിയത് മുഴുവൻ ഈ 5 മാസം കൊണ്ട് അമ്മയിൽ നിന്നും കിട്ടിയത് മുഴുവൻ എന്താണ്? ഇത് മാത്രം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, ദ്രോഹിക്കാൻ, തല്ലാൻ, കൊല്ലാൻ, തീയിടാൻ, ഇതൊക്കെയല്ലേ കിട്ടിയത്. ഈ ശിശു കുറച്ച് വളർന്നു വലുതാകുമ്പോൾ ഇത് തന്നെ ചെയ്യും.
നമ്മളാരും പറഞ്ഞിട്ടല്ല. എത്ര മാതാപിതാക്കൾ ഇരുന്ന് വിലപിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നാണ്. എത്ര ചെറുപ്പക്കാരാണ് വെട്ടുക, കൊല്ലുക, തിന്നുക, എന്തൊക്കെയാണ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ മക്കളാണെന്ന് വെച്ചാൽ അറിയും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യില്ലെന്നാണ് ഞങ്ങളുടെ വിചാരം. എന്താ കാരണം? അന്ന് 5ാമത്തെ മാസം മുതൽ വേണ്ട വിധത്തിലുള്ള സത്ചിന്തകൾ അമ്മമാർ വളർത്തിയെടുത്തില്ല. അതിൻ്റെ പോരായ്മയാണ് ശിശുവിന് സംഭവിച്ചത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു പണ്ടുള്ള അമ്മൂമ്മമാർ പറയുമായിരുന്നു, ഗർഭിണികൾ എന്ത് ചെയ്യണം? നാമം ചൊല്ലണം, പിന്നെന്താണ്, ഫൽക്കഥകൾ കേൾക്കണം, നല്ല കഥയെ പറയാവൂ, അടിപിടി ഉണ്ടാക്കുന്നത് പോകരുത്, വഴക്കുണ്ടാക്കുന്നത് പോകരുത്, ഗംഭീര ശബ്ദങ്ങളൊന്നും കേൾക്കരുത്. എന്തൊക്കെയായിരുന്നു ഇതൊക്കെ? ചുമ്മാതെ കഥയാണെന്ന് വിചാരിച്ചു. പിന്നീട് ശാസ്ത്രം തെളിയിച്ചു ഇതൊക്കെ ശരിയാണ്. അങ്ങനെ ഈ പ്രഹ്ലാദന് കിട്ടിയ ആ ഒരു ഭക്തിയുടെ സംസ്കാരമെന്ന ബലം ദൃഢമാണ്. പ്രസവിച്ചതിന് ശേഷം കിട്ടിയതല്ല, ഗർഭത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഒരു ഗർഭിണികൾ സജ്ജനങ്ങളുമായാണ് സമ്പർക്കമുണ്ടാകുന്നതെങ്കിൽ പ്രഹ്ലാദിനെ പോലെ നല്ല പുത്രന്മാരെ പ്രസവിക്കാൻ പറ്റും. ഇതാരാ നിശ്ചയിക്കേണ്ടത്? അമ്മമാർ സ്വയം നിശ്ചയിക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഗൃഹങ്ങളിൽ പണ്ട് മുത്തശ്ശിമാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ വഴിയാണ് വൃദ്ധസദനങ്ങളിലാണ്. അപ്പോൾ അവരിൽ നിന്നും ഇതൊന്നും കിട്ടാൻ ആർക്കും ഒരു വഴിയില്ല. ഇങ്ങനെ കിട്ടി വളർന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഗർഭത്തിൽ വെച്ച് തന്നെ പ്രഹ്ലാദൻ ഭക്തനായി. ഹിരണ്യകശിപു വരബലം കൊണ്ട് വീണ്ടും ദേവന്മാരെയൊക്കെ ആക്രമിച്ചു, എല്ലാ ലോകവും കീഴ്പ്പെടുത്താൻ ഉറച്ചു. എന്നിട്ട് വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും നിഗ്രഹിച്ച് നിങ്ങളെയൊക്കെ രക്ഷിച്ചു കൊള്ളാം എന്ന് ഇവർക്കെല്ലാം വാക്കും കൊടുത്തു. പക്ഷേ ഈ പ്രഹ്ലാദൻ്റെ ഭക്തി അനുദിനം വളർന്നു വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രസവിച്ച് വീണപ്പോൾ മുതലുള്ള ഭക്തിയാണ്. ആരൊക്കെ എതിർത്താലും ഇത് മാറില്ല. എത്ര വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ദൃഢമാണ്, ഉറച്ചതാണ്. ബുദ്ധിയിൽ, മനസ്സിൽ, ജീവനിൽ, ശരീരത്തിൽ ഉറച്ച ഭക്തി ദൃഢമായി. ഇന്നത്തെ ഭക്തിക്കുള്ള ദോഷം ഉറച്ചതല്ല, അസ്ഥിരമാണ്. അത് മാറി മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. വേണമെങ്കിലാവാം, അല്ലെങ്കിൽ ഇല്ല. കുറച്ചു നേരത്തെ കൊണ്ട് പിന്നില്ല, എന്തും ചെയ്യാം. അമ്പലത്തിൽ പോകുന്ന അത്രയും സമയം മാത്രം മതി ഭക്തി, ബാക്കി വീട്ടിൽ എന്തും ചെയ്യാം. ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ വിചാരം. പക്ഷേ ജീവിതകാലം മുഴുവനും ഒരു ഭക്തനായി എങ്ങനെ ജീവിക്കണം? ഒരു ഭക്തൻ്റെ ലക്ഷണം ഭാഗവതം പ്രത്യേകിച്ച് പറയും. എന്താണ്? ആദ്യം വേണ്ടത് ഗുരുഭക്തി വേണം. തങ്ങൾക്ക് വേണ്ടത് ഉപദേശിച്ചിരുന്ന ഗുരുക്കന്മാരോട് ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യണം? ഒരു കടപ്പാടുണ്ട്, ഒരു ഋണം ഉണ്ട്, ഒരു കടവുണ്ട്. ഗുരുക്കന്മാരോട്, മാതാപിതാക്കളോട് ഒക്കെ നമുക്ക് എന്തൊരു കടവുണ്ട്. ആ കടം വീട്ടുക തന്നെ ചെയ്യണം. എന്നിട്ട് വേണം ഈ ജന്മത്തിൽ നിന്ന് ഇവിടുന്ന് പോകാൻ സാധിക്കാൻ. വിനയം ഉണ്ടാകണം. വിനയം ആർക്കും കുത്തിവെക്കാൻ പറ്റുന്നതല്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സദ്വാസന കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ സ്വഭാവ ഗുണമാണ് വിനയം. ഒരാളെ വിനയവാനാക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ 7 വർഷം വിട്ട് പഠിപ്പിച്ചാൽ ആവുമോ? ഇല്ല. വിനയം അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. പിന്നെന്താണ്? ജന്മം കൊണ്ട് ഉണ്ടായി വരുന്നതാണ്. അതിനെ വളർത്തി നന്നാക്കിയെടുത്താൽ നല്ല വിനയാന്വിതനായി ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രം ലഭിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് വെച്ചാൽ ആസ്തിക്ക് ബുദ്ധി, ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച ബുദ്ധി, ഗുരുവാക്യത്തിലുള്ള വിശ്വാസം. ഗുരുക്കന്മാരുടെ വാക്കുകൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇത് ശരിയാണ്. ഈ ബോധ്യമാണ് ശ്രദ്ധ. പിന്നെ മറ്റുള്ളവരോട് കാരുണ്യം തോന്നണം, ദീനവത്സലത. ദുഃഖിതന്മാരെ കാണുമ്പോൾ അവരോട് കാരുണ്യം ഉണ്ടാവണം. ഇതൊക്കെ ഭക്തിയുടെ ഭാവങ്ങളാണ്. അനഹംകൃതി, അഹങ്കാരമില്ലാതിരിക്കണം. അഹങ്കാരമാണ് ഇപ്പം നമ്മെ എന്ത് ചെയ്യുന്നത്? ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനാണ് വലുത്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാനാണ് ഉപദേശിക്കുന്നത്, എല്ലാത്തിലും ഞാൻ എന്നുള്ള അഹംകൃതി വളർന്നു വളർന്നു വരുന്തോറും ഭക്തിക്കിരിക്കാൻ ഇടയിലുണ്ടാകും. ഈ 5-6 ലക്ഷണങ്ങളാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. അതുകൊണ്ട് ഉദ്വിഗ്ന ചിത്തൻ ആകരുത്. ഉദ്വിഗ്ന ചിത്തോ വിഷയേഷു നിസ്പൃഹ.
ഉത്കണ്ഠ ഉണ്ടാവരുത്, ആശങ്ക ഉണ്ടാവരുത്, ഭയം ഉണ്ടാവരുത്. ഇന്നത്തെ കുട്ടികളെ ബാധിച്ചിരുന്ന രോഗം ഇതൊക്കെയാണ്. ഉത്കണ്ഠയുണ്ട്, ഭയമുണ്ട്, സംശയമുണ്ട്, ആശങ്കയുണ്ട്. ആരോടും പറയില്ല, ഉള്ളിലുള്ളത് ആരോടും പറയില്ല. എങ്ങനായിത്തീരും 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 എന്ന് ഭയമാണ്. എന്തിനെക്കുറിച്ചാണ് ആർക്കറിയാം? ഈ ഉത്കണ്ഠയും ഭയവും ആശങ്കയും എല്ലാം അവരിലേക്ക് വളർന്നു വരുന്നതോറും ഭക്തി പതുക്കെ വിട്ടുപോകും. ഭക്തിയുള്ള ഒരാൾക്ക് ഉത്കണ്ഠയില്ല, ആശങ്കയില്ല, സന്ദേഹമില്ല, ഭയവുമില്ല, വിഷയങ്ങളോട് അമിതമായ താല്പര്യവുമില്ലായിരിക്കും. ഏത് വിഷയം കണ്ടാലും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണമെന്ന വിഷയത്തോടുള്ള അത്യധികമായ ആഭിമുഖ്യം, അത് ഇന്നത്തെ കുട്ടികളെ അടക്കി ഭരിക്കുന്നതാണ്. മാതാപിതാക്കൾ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. എന്ത് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അത് സാധിച്ചു കൊടുക്കും. അത് കിട്ടിയില്ലെങ്കിൽ അവൻ ഉപദ്രവിക്കും, അവൻ കരയും, ദേഷ്യപ്പെടും, അവൻ കത്തിയെടുത്ത് ഞങ്ങളുടെ നേരെ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? സാധിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. ഏത് കാമനകളെയും എന്തു ചെയ്യും? സാധിച്ചു കൊടുക്കാൻ തയ്യാറാകും. കാമനകളെ സാധിക്കും തോറും അത് വളർന്ന് വളർന്ന് നമ്മെ തന്നെ നശിപ്പിക്കും. അപ്പോൾ ഇതൊന്നും സാധിക്കേണ്ടതാണോ? അല്ല. പിന്നെ എന്ത് ചെയ്യണം? നീട്ടി വയ്ക്കണം. കാമനകളെ മുമ്പോട്ട് അടുത്ത ആഴ്ചയായിട്ട് 2 ദിവസം കഴിയട്ടെ, നാളെ ആവട്ടെ, ഇല്ല അരുത് എന്ന് പറയില്ല. ഇത് വാങ്ങിച്ചു തരില്ല എന്ന് പറയരുത്. വാങ്ങിച്ചു തരാം. എപ്പോഴാണ്? നാളെ തരം കഴിയട്ടെ. അപ്പോൾ എന്തു ചെയ്യും? ഈ ആഗ്രഹം പോകും. നാളെ വേറൊന്ന് വരും, ഉണ്ടാവും. കുട്ടികളുടെ ഒരു വലിയ സ്വഭാവം അത് വരുമ്പോഴും പറയണം, എന്താണ്? ഇന്ന് അച്ഛൻ്റെ കാശില്ല, നാളെ കാശ് കിട്ടുമ്പോഴാട്ടെ, അത് പോകും. പിന്നെ വേറൊന്ന് വരും. ഇങ്ങനെ വരുന്ന കാമനകളെയൊക്കെ എന്ത് ചെയ്യണം? നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയാൽ ഇല്ലാണ്ടാകും. ഇങ്ങനെ കാമനകളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ദേഷ്യപ്പെട്ട് കോപം കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് എത്ര പേർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഭാഗവതം തരിക? മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക്. ഇത് കുട്ടികളെ കരഞ്ഞു വിളിച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? സാധിച്ചു കൊടുക്കും. അങ്ങനെ കിട്ടിയാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? എന്തും ഇങ്ങനെ നേടാൻ പറ്റും. പിറ്റേ ദിവസം ഏത് കാര്യത്തിനും സാക്ഷ്യം പിടിച്ച് കരഞ്ഞു വിളിക്കുമ്പോൾ സാധിച്ചു കൊടുക്കും. ഇത് അവനെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. കാമത്തിൽ നിന്നും കുതശ്ചിത് പ്രതിഹത കാമാത് ക്രോധോഭിജായത. അങ്ങനെ കാമം സാധിക്കാതെ വന്നാൽ അത് കോപമായിട്ടാണ് പരിണമിക്കും. അതാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭക്തി ഉള്ളിലുള്ള ഒരാൾക്ക് ഉദ്വേഗമില്ല, വിഷയസ്പൃഹയില്ല, ഇന്ദ്രിയ പ്രാണ ശരീരബുദ്ധികളെ അടക്കിക്കൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ ഭഗവാൻ മാത്രം. ഇതാണ് ഭക്തിയിൽ ഉറക്കേണ്ട ഭാവം. ഉണർന്നിരിക്കുമ്പോൾ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രം. സ്വപ്നത്തിലോ അതും ആരേ വരാവൂ? അത് പറ്റില്ല. സ്വപ്നത്തിൽ എന്തൊക്കെ വരും? ഇല്ല, ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. ഈ വാസനയുടെ പരിണതഫലമാണ് സ്വപ്നത്തിന് കാരണം. വാസനയാണ് എന്ത് ചെയ്യുന്നത്? സ്വപ്നത്തിൽ നയിച്ചു കൊണ്ടുവന്നത്. ദുർവാസനകൾ ഉള്ള ആൾക്കാർ കാണുന്നൊക്കെ ദുഷ്ടസ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ രാത്രിയിൽ. എന്നിട്ട് എന്ത് ചെയ്യും? അലറി വിളിക്കും, കരയും, ബഹളം ഉണ്ടാക്കും. ഒന്നുമില്ല. ഉണർന്നു കഴിയുമ്പോൾ കട്ടിലെ കിടക്കുക, ഒരു കുഴപ്പമില്ല. ആന കുത്താൻ വന്നു, കാട്ടിൽ കൂടി ഓടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ആന വന്ന് കുത്തി താഴെ വീണു, ചോര ഒലിച്ച് കിടക്കുന്നു. ഇതൊക്കെ സ്വപ്നത്തിൽ കാണാം. പക്ഷേ ഞാനിവിടെ കിടക്കുന്ന കട്ടിലേ, ഒരു കുഴപ്പമില്ല. അപ്പം ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിൽ ഞാൻ പോലും ഇല്ല. ഞാൻ പോലും ഉണ്ട് എന്നുള്ള അറിവ് നമുക്ക് ഇല്ലാണ്ടാകും. ഈ 3 ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാം യാ സംവിദുജൃംഭതേ. ജാഗ്രൽ സ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടതരമായ യാതൊരു സംവിത്താണോ ഉജൃംഭണം ചെയ്യുന്നത്, അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം. അപ്പം ജാഗ്രതത്തിൽ എന്തൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അത് സ്വപ്നത്തിന് ഒരു പരിധിവരെ കാരണമാണ്. അപ്പം ജാഗ്രതത്തിൽ ഈശ്വരസ്മരണ മാത്രമാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വിചാരിച്ചിട്ട് എന്താ കഥ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂട്ടുകാരെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ വിചാരിക്കുന്ന ഇവരെല്ലാം അറിയുന്നുണ്ടോ? ഇല്ല. ശത്രുക്കളൊക്കെ വിചാരിക്കുന്നതോ നമ്മൾ അവരെ വിചാരിച്ചോണ്ടിരിക്കാന്ന്? ഇല്ല. അവർക്ക് വല്ല ഫലമുണ്ടോ? ഒന്നുമില്ല. നമ്മൾക്ക് വല്ല ഫലമുണ്ടോ? അതുമില്ല. ആർക്കും ഫലമില്ലാതെ ഒരു പകൽ മുഴുവൻ കളഞ്ഞല്ലേ. ആ സമയത്ത് ഈശ്വര ചിന്തയാണെങ്കിൽ ഭഗവാനെ ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്കുണ്ട് ഗുണം, നമുക്കുണ്ട് ഗുണം.
ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ജാഗ്രതത്തിൽ ഉള്ളിൽ ആടിയിരിക്കട്ടെ, നിരന്തരമായും ഭഗവത് ചൈതന്യം ഉറച്ചിരിക്കട്ടെ. ഇത് ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ദുശ്ചിന്തയിലേക്ക് മനസ്സ് പോകുമ്പോൾ പെട്ടെന്ന് മാറ്റിയെടുക്കണം. ആരെക്കുറിച്ച് വിചാരിക്കണം? ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രം. എൻ്റെ മനസ്സിൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. അതിങ്ങനെ നിരന്തരം എന്താണ് സങ്കല്പിച്ച് ഉറപ്പിച്ച് കൊണ്ടുപോയാൽ ജാഗ്രതത്തിൽ, സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ ഇത് മൂന്നും ഭാവനയിലും സങ്കല്പത്തിലുമൊക്കെ ഭഗവാൻ മാത്രം. അങ്ങനെ കണ്ടാൽ ഇദ്ദേഹം വിളിക്കുന്ന ആരേ ഉള്ളൂ? ഭഗവാനെ മാത്രം. ബാക്കി ആരെയും വിളിക്കാനില്ല. ബന്ധുവായിട്ട് ആരേ ഉള്ളൂ? ഭഗവാൻ. നമുക്ക് ഭഗവാൻ ബന്ധു ആകണമെങ്കിൽ നമ്മൾ പറയും, നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇനി ആരുണ്ട്? ഈശ്വരനുണ്ട്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ആര് വേണ്ട? ഈശ്വരൻ വേണ്ട. നിങ്ങൾ ആരും എനിക്കില്ലെങ്കിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. നോക്കൂ, അപ്പോൾ നിങ്ങളാരും അല്ല എൻ്റെ ബന്ധുക്കൾ. എൻ്റെ ബന്ധു ആരാണ്? ഈശ്വരൻ തന്നെയാണ്. നിങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാവനയിലും സങ്കല്പത്തിലുമൊക്കെ ഭഗവാനെ ഉറക്ക വിളിക്കും, ഭഗവാനുമായി സംഭാഷണം ചെയ്യും. സംസാരിക്കുന്ന ആരോടാണ്? ഭഗവാനോട്. പിന്നെന്താണ്? ഉറക്ക കരയും. ആരെ കണ്ടിട്ട്? ഭഗവാനെ കണ്ടിട്ട്. നോക്കൂ, ഭക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ വിസ്തരിച്ച് പറയുകയാണ്. ഉത്തമ ശ്ലോക പദാരവിന്ദയോർ നിഷേവയാ കിഞ്ചന ഭംഗലബ്ധയാം തന്വൻ പരാം ദുർവൃതമാത്മനോ മുഹുർ ദുഫംഗദീനന്യമന ശമം യഥാത്. ദുഫംഗത്തിൽ നിന്നും മനസ്സ് കംപ്ലീറ്റ് സമ്പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ട് ബലിഷ്ഠമായ ഭക്തി ഉള്ളിൽ ഉറപ്പിക്കാൻ കാരണമായി. ഇത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് ആശങ്കയായി. കാരണം 3 പിള്ളേരെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അവർ കുഴപ്പക്കാരല്ല, ഒരുത്തൻ മാത്രം കുഴപ്പക്കാരനാണ്. ഇനി മുഴുവൻ സമയവും ഇവൻ്റെ മേൽ തിരിയണം. കാരണം ഇവൻ്റെ ഭക്തി ആരോടാണ്? വിഷ്ണുവിനോട്, ഭഗവാൻ, എൻ്റെ ശത്രു. അതുകൊണ്ട് പല പ്രാവശ്യത്തിൽ പല വിധത്തിൽ ഇവനെ ഉപദേശിച്ച് നോക്കി. ഇതിൽ നിന്ന് പിന്തിരിയണം. അച്ഛൻ്റെ ശത്രുവാണ് വിഷ്ണു. ആ വിഷ്ണുവിനെ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് വിചാരിക്കരുത്. നമ്മുടെ കുടുംബത്തിന് ആപത്താണ്, അങ്ങനെ പോകരുത് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞൊക്കെ ഉപദേശിച്ച് നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല. അവസാനം ഇവൻ രക്ഷപ്പെടില്ല എന്നാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഇവനെ ഇല്ലാണ്ടാക്കുക. അതേ ഉള്ളൂ വഴി. നമുക്ക് ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ ആ ഹിരണ്യകശിപുവിനെ പോലെയുള്ള ആസുരപ്രകൃതിയായ ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ ക്ഷോഭാത്മകമായ അവസ്ഥയെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. പിതുപുത്രായ ദ്വേഷോ മരണായ പ്രയോജിത. ഏതെങ്കിലും പിതാവ് പുത്രനോട് ദേഷ്യപ്പെടുമ്പോൾ കൊല്ലണം എന്ന് വിചാരിച്ചാണോ? അല്ല. ചിലപ്പോൾ പറയും കൊന്നുകളയുമെന്ന് പറയും, പക്ഷെ കൊല്ലുവോ? ഇല്ല. മുട്ടൊടിച്ച് താഴെ ഇടുമെന്ന് പറയും, മുട്ടൊടിക്കുവോ? ഇല്ല. പിന്നെന്താണ്? ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു പിതാവ് പുത്രനോട് ദ്വേഷ്യമുണ്ടെങ്കിലും പുത്രനെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കാറില്ല. പുത്രന്മാരെ ശപിക്കുകയും അവരെ തല്ലുകയും ഒക്കെ ചെയ്യാം, പക്ഷെ അവരെ കൊല്ലില്ല. ഹിരണ്യകശിപു അതും ആഗ്രഹിച്ചു. ഇവനെ കൊന്നുകളയല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഇനിയും ഈ പ്രഹ്ലാദൻ്റെ ഈ സദ്ബുദ്ധിയെ ഒന്ന് മാറ്റിയെടുക്കാൻ കൊല്ലുന്നതിന് മുമ്പ് ചില ഉപായങ്ങൾ നോക്കിയേക്കാം. 2 ഗുരുക്കന്മാരെ ഫീസ് കൊടുത്ത് ശമ്പളം കൊടുത്ത് നിയോഗിച്ചു. എൻ്റെ മകനെ നിരീശ്വരവാദം പഠിപ്പിക്കാൻ എത്ര കാശ് വേണം അത്രയും നിന്നേക്കാം, പഠിപ്പിച്ചോളൂ. 2 ഗുരുക്കന്മാരെ എടുത്തു. ഓ ശരി, കാശ് കിട്ടുമല്ലോ, അത്രേ വലിയ വേണ്ടൂ. എന്താണ് ഈശ്വരനില്ലാതെ എളുപ്പം അത് പഠിപ്പിക്കാൻ? ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ വലിയ പാടാണ്. കാരണം ഒത്തിരി പറയണം. മാസങ്ങളോളം വർഷങ്ങളോളം പറഞ്ഞെങ്കിലേ ഈശ്വരനുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റൂ. ഇല്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഷണ്ടാമക്കളന്മാർ വിചാരിച്ചു, ഓ ശരി ആയിക്കോട്ടെ, ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തോളാം. അങ്ങനെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണ്? നിരീശ്വരവാദം നന്നായി പഠിപ്പിക്കാൻ അവർ മെനക്കെട്ട് ശ്രദ്ധിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഇതൊക്കെ കേൾക്കും, ഇതൊക്കെ ഈ ചെവികൾ കിട്ടിയ ചെവികൾ ഇറക്കി വിടും. തൻ്റെ ഉള്ളിൽ ആരോ ഉറച്ചിരിക്കുകയാണ് ദൃഢഭക്തി. എവിടെ നിന്ന് കിട്ടിയതാണ്? ഗർഭസമയത്ത് നാരദ മഹർഷി അമ്മയെ ഉപദേശിച്ച് അമ്മയിൽ നിന്ന് കിട്ടിയ ബലിഷ്ഠമായ ഒരു ശക്തിയുണ്ട് ഭക്തിയുടെ. അത് ആർക്കും തകർക്കാനാവില്ല. എത്ര ഗുരുക്കന്മാർ വിചാരിച്ചാലാവില്ല, എത്ര കാശ് കൊണ്ടാവില്ല, ഏത് പിതാവ് വിചാരിച്ചാലാവില്ല. അവസാനം ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ.
അസുരന്മാരാകുന്ന ചന്ദനവനത്തിൽ ഉണ്ടായ ഒരു മുള്ളാണ് ഇവൻ. ഇല്ലേ, ചന്ദനവനത്തിൽ ഒരു മുള്ളുണ്ടായാൽ പിന്നെ എടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങോട്ട് ചെല്ലാനേ പറ്റില്ല. എൻ മൂല ഉന്മൂലന പരശോർ വിഷ്ണോർ നാളായുധാത്മക. അതിനെ വെട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള മഴുവിൻ്റെ ഒരു പിടിയാണ് ഈ പുത്രൻ. ഇവനെ പിടിച്ചു കൊണ്ടുവേണം എന്ത് ചെയ്യാൻ? വിഷ്ണുവിനെ ഇല്ലുണ്ടാക്കാൻ എന്നെ അത് നിശ്ചയിച്ചു. ആ ഹിരണ്യകശിപു നിശ്ചയിച്ചു. ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, ഇത്ര കാലം എന്താ പഠിച്ചത്? അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. 9 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് 9 വിസ്തരിച്ചാണെങ്കിൽ വേണം ഞാൻ പറഞ്ഞത്. ഒന്നല്ല ഞാൻ പഠിച്ചത്, പിന്നെന്താണ്, 9 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഭക്തി ഉപദേശിച്ചു കൊടുത്തു. ആർക്ക്? ഈ ഹിരണ്യകശിപുവിന്. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മനസ്സ് തിളച്ചു. വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടി താൻ ജനിച്ചതാണ്. അപ്പം വിഷ്ണുവിനെക്കുറിച്ചുള്ള ശ്രവണം, വിഷ്ണുവിൻ്റെ കീർത്തനം, വിഷ്ണുവിൻ്റെ സ്മരണം, വിഷ്ണുവിൻ്റെ പാദസേവനം, വിഷ്ണുവിനെ അർച്ചിക്കൽ, വന്ദിക്കൽ, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതൊക്കെയാണ് പ്രഹ്ലാദൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തി, നവവിധമായ ഭക്തികൾ. അതുകൊണ്ട് ഈ പുത്രവേഷത്തിൽ ജനിച്ച ഒരു ശത്രുവാണ് പ്രഹ്ലാദൻ എന്ന് നിശ്ചയിച്ചു പിതാവ്. ഇനി ഇത് മകനല്ല, പിന്നെ ആരാണ്? ശത്രു. ഇന്നത്തെ ലോകത്തിലുള്ള വിചാരം ഇങ്ങനെ തന്നെ കടന്നുകൂടുകയാണ്. മകനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അച്ഛനെന്നും അമ്മയെന്നും അല്ല കാണുന്നത്. പിന്നെന്താണ്? എൻ്റെ ആഗ്രഹം പറഞ്ഞ ശത്രു. ഇത്രേ ഉള്ളൂ. ശത്രുവാണെങ്കിൽ എന്ത് ചെയ്യണം? കൊന്നുകളയണം. പിറ്റേ ദിവസം അമ്മയെ കൊല്ലാൻ ഒരു മടിയില്ല. ശത്രുവാണെന്ന് സങ്കല്പിച്ചാൽ പിന്നെ ഒരു വിഷമമില്ലല്ലോ. അമ്മയാണെന്ന് സങ്കല്പിച്ചില്ലല്ലോ. നമ്മുടെ സങ്കല്പമാണ് അമ്മ അമ്മ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറി. അതുകൊണ്ട് ഗുരുപുത്രന്മാർ ആദ്യം അവരെ ശിക്ഷിക്കാൻ വിചാരിച്ചു. കാരണം കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചതാണ്. ഇതാണോ പഠിപ്പിച്ച് വിട്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളാരും ഇതൊന്നും പഠിപ്പിച്ചതല്ല, ഞങ്ങൾ പഠിപ്പിച്ചതല്ല അവൻ ഇങ്ങോട്ട് പറയുന്നത്. പിന്നെന്ത് ചെയ്യാം? പഠിപ്പിച്ചാണ് പറയുന്നെങ്കിൽ അത് പറയാം. ഞങ്ങൾ പഠിപ്പിച്ച ഒരു പാഠവും ഇങ്ങോട്ട് പറയില്ല. നൈസർഗികീയം മതി അഫ്യ രാജൻ. രാജാവേ, ഇവൻ്റെ ബുദ്ധി നൈസർഗികമാണ്, ജന്മസിദ്ധമാണ്. ഇത് മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ എത്ര പരിശ്രമിച്ചു നോക്കൂ. ഇതാണ് ജന്മസിദ്ധമായ ഭക്തി. കുട്ടികളിൽ ഉറച്ചാൽ അത് ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. എത്ര ഗുരുക്കന്മാർ വിചാരിച്ചാൽ പറ്റില്ല, ഏത് പാഠശാലയിൽ പോയാൽ പറ്റില്ല, ആരും വിചാരിച്ചാലും പറ്റില്ല. നൈസർഗീ മതിഹി അഫ്യ രാജൻ. അതുകൊണ്ട് ഇവനെ മാറ്റിയെടുക്കാൻ നീ ആലോചിക്കുക വേണ്ട, നടക്കില്ല ഇത്. എന്നാൽ പിന്നെ ഒറ്റ വഴികൾ കൊന്നുകളയാം. എങ്ങനെയൊക്കെ വേണം? പല വഴികൾ നോക്കി. സൈന്യങ്ങളെ കൊണ്ട് വധിപ്പിക്കാൻ ശ്രമിച്ചു. ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചു. അത് നടന്നില്ല. ദിഗ്ഗജങ്ങളെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു. നടന്നില്ല. വിഷപ്പാമ്പുകളെ വിട്ട് കടിപ്പിച്ചു. അത് നടന്നില്ല. ആഭിചാരക്രിയകൾ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു. അത് നടന്നില്ല. പർവ്വതത്തിൽ നിന്നും ഉരുട്ടി താഴേക്കിട്ടു. അതും നടന്നില്ല. മണ്ണിൽ കുഴിച്ചിട്ടു. അതും പറ്റിയില്ല. വിഷം ഉള്ള ചോറ് കൊടുത്തു. അതും പറ്റിയില്ല. പട്ടിണി ഇട്ടു കുറേ ദിവസം. അതും പറ്റിയില്ല. മഞ്ഞുകട്ടയിൽ കിടത്തി കുറേ ദിവസം. ഒരു ഫലവുമില്ല. അഗ്നിയിലിട്ടു, വെള്ളത്തിലിട്ടു, ഒടുവിൽ വരണവാശം കൊണ്ട് കെട്ടിയിട്ടു, ബന്ധിച്ചു. എത്ര വഴികൾ നോക്കി. ഒരു മകനെ കൊല്ലാനൊരു പിതാവ് നോക്കുന്നതാണ്. എത്ര വഴികൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല. എന്താ കാരണം? ഭക്തനാണ്. ഭക്തനായൊരു പുത്രനെ ആര് വിചാരിച്ചാലും കൊല്ലാൻ പറ്റില്ല. കാരണം ഈ പുത്രൻ ഭഗവാന്റെ ആളാണ്. ഇനി കൊല്ലാൻ പറ്റില്ല, ഉറപ്പാണ്. നമുക്ക് ഒരു ഭക്തിയുടെ ദൃഢത, അതിൻ്റെ അനുഭവം എങ്ങനെ ലോക ജീവിതത്തിൽ ഓരോ മനുഷ്യരിലും വ്യക്തമായി കാണാൻ സാധിക്കും, അതെങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു വലിയ സന്ദേശം ഈ കഥയിൽ കൂടി നമുക്ക് തരികയാണ്. നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നവരാണ്. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്
ഉണ്ടായതിന് ശേഷമല്ല, ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഈ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമമില്ല, അവനെ വിട്ടുപോവില്ല. ഇങ്ങനെയുള്ള ഒരു ഭക്തപ്രഹ്ലാദൻ്റെ കഥ പറയാനാണ് ഭാഗവത്തിലെ ഈ ആദ്യത്തെ 7-ാം സ്കന്ധത്തിൽ കുറേ അധ്യായങ്ങൾ നിരന്തരമായും പരിശ്രമിച്ചത്. അവസാനം വർണ്ണഭാഷ്യം കൊണ്ട് ബന്ധിച്ചു. ഒടുവിൽ ധർമ്മ അർത്ഥ കാമങ്ങൾ ഉപദേശിച്ചു കൊടുത്തു നോക്കി. മോക്ഷമില്ല, 3 ത്രിവർഗങ്ങൾ. അതൊന്നും ഒരു വിനീതനായ ശിഷ്യനെ പോലെ ഇതെല്ലാം കേട്ടു, പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഒന്നും പ്രയോഗത്തിൽ കൊണ്ടില്ല. അച്ഛൻ പറയുന്നൊക്കെ കേട്ടു, നിശബ്ദനായിരുന്നു, അനുസരിച്ചു, പക്ഷെ ഒന്നും പ്രയോഗത്തിൽ കൊണ്ടില്ല. ഒരു ദിവസം പ്രഹ്ലാദൻ കൂട്ടുകാരെയൊക്കെ ചുറ്റും വിളിച്ചിരുത്തിട്ട് അവരോട് ഉപദേശിച്ചു. കൗമാര ആചരേ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹാം. എനിക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊച്ചു കുട്ടികളായിരിക്കും മുതൽ ഈ ഭഗവത് ഭക്തിയെ, ഈ ധർമ്മങ്ങൾ ആചരിക്കണം. ഇത് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പഠിപ്പിക്കുക. ഗുരുക്കന്മാരെ ഇടവേളയിൽ പുറത്തു പോയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവരെ വിളിച്ച് പഠിപ്പിക്കുന്നത്. ദുർലഭം മാനുഷം ജന്മ തദപ്യ ധ്രുവമർദ്ധതം. മനുഷ്യന്മ വല്ലപ്പോഴേ കിട്ടുള്ളൂ, അത് പാഴാക്കി കളയരുത്. ചെറുപ്പത്തിൽ മുതലേ നിങ്ങൾ ഭഗവാനെക്കുറിച്ച് പഠിക്കൂ, ഭക്തിയെക്കുറിച്ച് പഠിക്കൂ. ഇത് കിട്ടിയില്ലെങ്കിൽ ജീവിതം പാഴാകും. ആയുർ വർഷശതം നിർണാം പരിമിതം. ഒരു 100 വർഷം നമുക്ക് ആയുസ് തന്നോട്ടെ, 50 കൊല്ലം ഉറങ്ങിത്തീർക്കും. ബാക്കിയുള്ള 50 വർഷത്തിൽ ആദ്യത്തെ 12 വർഷം കുട്ടിയായിട്ട് മാറും, അവസാനത്തെ 12 വർഷം കുട്ടികളെ പോലാണ്, വൃദ്ധന്മാരായിട്ട് മാറും. പിന്നെ ശേഷിക്കുന്ന 10-25 വർഷം വേണം രോഗം അനുഭവിക്കണം, ജോലി ചെയ്യണം, വഴക്കുണ്ടാക്കണം, എന്തൊക്കെ ജോലി ചെയ്യണം. ഇതിനാകപ്പാടെ 100 വർഷം എന്നാൽ 25 വർഷം കിട്ടുള്ളൂ. നോക്കൂ, അത്രയൊന്നും കിട്ടുമോ ആയുഫ്? ആയുഫിൻ്റെ 3/4 ഭാഗവും വെറുതെ കളയുകയാണ്. ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യജന്മം പാഴാക്കി കളയാനുള്ളതല്ല, അത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരു സൗഹൃദം. എല്ലാ ഭൂതജാലങ്ങളിലും കാരുണ്യം കാണിച്ച് സൗഹൃദത്തിൽ ഏർപ്പെടണം. ആഫുരം ഭാവമുന്മുച്യാം യയാ തുഷ്യത്യഥോക്ഷജാം. ആസുരഭാവത്തെ മുഴുവൻ കളഞ്ഞിട്ട് ഭഗവാൻ പ്രസാദിക്കുന്ന മട്ടിൽ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യണം എന്നിങ്ങനെ ഇവരെ ഉപദേശിച്ചു. ചണ്ടാമർക്കന്മാർ വന്നപ്പം മനസ്സിലായി, ഞങ്ങളില്ലാത്ത സമയത്ത് വേണ്ടാത്ത പാഠങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകുന്നു. അവർ ക്രുദ്ധനായി പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി വാളുമായി എത്തി. അപ്പോൾ അതുകൊണ്ട് ഫലമില്ല, അച്ഛനാകുന്ന പണി നോക്കിയതാണ്, ഞങ്ങളെ നിഗ്രഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ചണ്ടാമർക്കന്മാർ പോയി കഴിഞ്ഞപ്പോൾ പിതാവ് വന്ന് ചോദിച്ചു, ഈ ബുദ്ധിയിൽ നിൻ്റെ മനസ്സ് മാറില്ല എന്നാണെങ്കിൽ ഇനി ഈ ജന്മം ഇവിടെ എൻ്റെ മകനായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല. നീ പറയുന്ന ഈ ഭഗവാൻ, ഈ വിഷ്ണു ഒരിക്കലെങ്കിലും കാണാൻ കിട്ടുമോ? ആർക്കെങ്കിലും? എത്രയോ വർഷം തപസ് ചെയ്ത മഹാമനീഷികളായ മഹർഷിമാർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം മിന്നൽ പോലെ കണ്ടുപോകും, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണോ ജീവിതകാലം മുഴുവൻ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ഫലം നേടാനാണ്? ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദക നരാധമ കിം ബലോ അത്യഗാഹ. എന്തു ബലം കൊണ്ടാണ് നീ അഹങ്കരിക്കുന്നത്? എന്ത് ശക്തിയാണ് ഇത്ര പേര് എതിർത്തിട്ടും നിനക്ക് മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ച രാജൻ ഫവൈബലം ബലിനാം ച അപരേഷം. ഹേ രാജൻ, പിതാവേ എന്നല്ല വിളിച്ചേ, ഇപ്പം എന്താ വിളിച്ചേ? അല്ലയോ രാജാവേ. കാരണം മകൻ പിതാവ് എന്നുള്ള ഭാവം രണ്ടുപേരും എന്ത് ചെയ്തു? വിട്ടു. ഇനി എന്താണ്? രാജാവ് ഒരു പ്രജ, അത്രയേ ഉള്ളൂ. ഹേ രാജൻ, ന കേവലം മേ ഭവതശ്ച ഫവൈബലം. എനിക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് വാൾ ഊരിപ്പിടിക്കാനുള്ള ബലം കിട്ടിയത് അങ്ങയുടെ ഉള്ളിലുള്ള ആ ഈശ്വരന്. കാരണം അങ്ങുള്ളിൽ ഈശ്വരനെ വിരോധിച്ചാൽ കൊണ്ടു നടക്കുന്നേ. ആയിക്കോട്ടെ, അതുള്ളത് കൊണ്ടാണ് പറ്റുന്നതെന്ന് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ അങ്ങേക്ക് അനങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യും? കൈ സ്തംഭിച്ചു പോകും.
രാവിലെ സുഖമായിട്ട് കട്ടിലേന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോൾ കാലനങ്ങുന്നില്ല, കൈയും അനങ്ങുന്നില്ല. എന്താണ്? രണ്ടും സ്തംഭിച്ചു പോയി. എന്ത് ചെയ്തിട്ടാ? എന്തേലും ഒന്നും പറയാൻ വിചാരിച്ചു നോക്കിയപ്പോഴോ നാക്കും അനങ്ങുന്നില്ല. നോക്കൂ, കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, നാവ് അനങ്ങുന്നില്ല. രാത്രി ഉറങ്ങുന്ന ഒരു കുഴപ്പമില്ല, നേരം വെളുത്ത് എഴുന്നേൽപ്പോഴാണ് ഈ അവസ്ഥ. എന്ത് ചെയ്ത് നമ്മുടെ ബലം? ഈ കൈയനക്കാനുള്ള ബലം, നാവനക്കാനുള്ള ബലം, കാലനക്കാനുള്ള ബലം എവിടെ പോയി? നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ തരുന്ന ആരാണ്? ഉള്ളിലുള്ള ആ ഒരു ശക്തി സ്വരൂപമാണ് ഇതിനെ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അത് ഉള്ളിലില്ലെങ്കിൽ പിന്നെ ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് മാത്രമല്ല അങ്ങയ്ക്കും ഈ അഹങ്കരിക്കാനുള്ള ബലം നൽകുന്നത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ്. ഫവൈ ബലം ബലിനാംച അപരേഷാം. എല്ലാവർക്കും ബലം നൽകുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഹിരണ്യകശിപുവിന് ഒന്നുകൂടി ദേഷ്യമായി. എൻ്റെ ബലം ഈ ഞാൻ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന വിഷ്ണുവാണെന്നാണോ പറയുന്നത്? ക്വാഫോ യദി സർവത്ര കസ്മാത് സ്തംഭേ ന ദൃശ്യത്തെ. എവിടെയാണ് അവൻ? എല്ലായിടത്തും ഉണ്ടെന്ന്. ഈ തൂണിലുണ്ടോ? അടുത്ത് തൂൺ ഇതിൻ്റെ അകത്തുണ്ടോ? എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എവിടെ വേണമെങ്കിലും ഉണ്ട്. ഈ തൂണിലല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ തൂണിലും ആരുണ്ട്? കല്ലിലും മുള്ളിലും പുല്ലിലും പാറക്കെട്ടിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഈ തൂണെന്നല്ല, ഏത് തൂണിൽ നോക്കിയാലും കിട്ടും. ഞാൻ കണ്ടില്ലല്ലോ, അങ്ങേക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാം. ഇതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇപ്പം കാണട്ടെ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന്. ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും, കാണിച്ചു തരാം. സ്തംഭം തതാടാതിബലം ഫമുഷ്ടിനാം. സ്വന്തം മുഷ്ടി കൊണ്ട് അതിശക്തമായിട്ട് ഈ തൂണിനെ ഒന്ന് ഇടിച്ചു. തദൈവ തസ്മിന്നത് ഓതിഭീഷണവും. അപ്പോൾ അതിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ. ഒരു ശബ്ദം, ഈ പ്രപഞ്ചം മുഴുവൻ ഇട്ട് വട്ടം കറക്കുന്ന ഒരു അതിഭയങ്കരമായ ശബ്ദം. ഘോരസ്തവ അഭൂദ്രവ ബഭൂവ ഏന അണ്ടകടാഹം അസ്ഫുടത്. അണ്ടകടാഹത്തെ പൊടിച്ചു കളയുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കയ്യിലിട്ട് ചുരുട്ടി പൊടിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശബ്ദമുണ്ട്. അതേപോലൊരു ശബ്ദം അതിൻ്റെ അകത്തുനിന്ന് ആദ്യം കേട്ടു. ഹിരണ്യകശിപു ഒന്ന് അടുങ്ങിപ്പോയി. തൂണിൻ്റെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുക. ഇപ്പം ഇങ്ങനെ ചിലടത്തൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് എന്താണ് ആൾക്കാർ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ ഭൂമിക്ക് അടിയിൽ നിന്ന് വലിയ ശബ്ദം വരുന്നു, ഇതെവിടുന്നാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷണശാലകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ തൂണിൻ്റെ അകത്താണ് ഈ ശബ്ദം കണ്ടത്, അതിഭയങ്കരമായൊരു ശബ്ദം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷു അഖിലേഷു ജത്മനാം അദൃശ്യതത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ ഫഭായം നമൃഗം നമാനുഷം. തൻ്റെ ഭൃത്യൻ്റെ ഭാഷിതം സത്യമാക്കി തീർക്കണം, തൻ്റെ കടമയാണ്. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് കാണിക്കുന്ന സത്യമാക്കേണ്ട ജോലി തനിക്കാണ്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ചൈതന്യം ഈ തൂണിൻ്റെ അകത്ത് നിറച്ചു വെച്ചു. ഉണ്ട്, പക്ഷേ എന്നെ എന്ത് ചെയ്തു? ഉപയോഗപ്രദമാക്കി മാറ്റി. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടാറില്ല. കിട്ടണമെന്ന് എന്ത് ചെയ്യണം? അവലംബമാക്കി ആശ്രയിക്കണം, അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. എല്ലായിടത്തും വെള്ളമുണ്ട്, പക്ഷെ വെള്ളം കുടിക്കണേ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിലാക്കി എന്ത് ചെയ്യണം? ഒരു ഗ്ലാസും ഒരു ടാപ്പും ഒക്കെ വെച്ച് അതിൽ തുറന്നെടുത്ത് കുടിച്ചെങ്കിലല്ലേ വെള്ളം കിട്ടൂ. വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ കിട്ടില്ലല്ലോ. അപ്പം ശുദ്ധമായി സംഭരിച്ച വെള്ളം മാത്രമല്ലേ ഞാൻ കുടിക്കുള്ളൂ. വഴുതിങ്ങളെ കിടക്കുന്ന ചെളിവെള്ളം അത് മുക്കി കുടിച്ചാലും ദാഹം തീരും, പക്ഷെ കുടിക്കുമോ? ഇല്ല. അതും വെള്ളമല്ലേ? ആണു. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്, പക്ഷെ ഉപയോഗയോഗ്യമാകണമെങ്കിൽ അത് ശുദ്ധമായി സംരക്ഷിച്ച് ഒരു വിഗ്രഹത്തിൽ പൂർണ്ണമാക്കി ഉപയോഗയോഗ്യമാക്കി മാറ്റണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചു, ഞാൻ ഈ തൂണിൽ എന്താണ് എൻ്റെ ശത്രുവായി തീർന്ന ഹിരണ്യകശിപുവിന് കാണത്തക്ക മട്ടിൽ പ്രത്യക്ഷപ്പെടണം. അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് ഭൂതേഷു അഖിലേഷു ചാത്മന, എല്ലാ ഭൂതങ്ങളിലും താൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അദൃശ്യതത്യദ്ഭുത രൂപമുദ്വഹൻ, അത്യത്ഭുതമായ രൂപത്തെ വഹിച്ചുകൊണ്ട് സ്തംഭേ സഭായാം, ആ സഭയുടെ നടുക്ക് തൂണിൽ നിന്നും താൻ നമൃഗം നമാനുഷം, മനുഷ്യവുമല്ല മൃഗവുമല്ലാത്ത. കാരണം
ബ്രഹ്മാവ് കൊടുത്ത വരമൊക്കെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. ബ്രഹ്മാവ് മറന്നുപോയാലും ആരോ ഓർത്തിരിപ്പുണ്ട്? ഭഗവാൻ ഓർത്തിരിപ്പുണ്ട്. അതുകൊണ്ട് മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു സ്വരൂപത്തിൽ എന്താണ് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പം തന്നെ ഹിരണ്യകശിപു അത്ഭുതം കൊണ്ട് നോക്കിയിരിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ട്, എനിക്ക് പരിചയമാണ്. ഞാൻ എത്ര കാലം അവിടെ നിന്ന വൈകുണ്ഠത്തിൽ ഇങ്ങനെ രൂപം കണ്ടിട്ടേ ഇല്ല. ആ രൂപം അല്ലല്ലോ ഇത് വിഷ്ണു തന്നെയാണോ? പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കയ്യിലിരിക്കുന്ന ആയുധമൊക്കെ നോക്കിയപ്പോൾ ഇത് ആര് തന്നെയാണ്? വിഷ്ണു തന്നെ, സംശയിക്കേണ്ട. മുഖത്ത് നോക്കിയപ്പോൾ പേടിച്ചു പോയി. ഇങ്ങനെ രൂപം ഇതുവരെ കണ്ടിട്ടില്ല. പാലക്കാടിൽ വൈകുണ്ഠ ലോകത്ത് അങ്ങനെ ചിരിച്ചു കിടക്കുന്ന സ്വരൂപം ആർക്കറിയൂ? ദേവിജന്മാരത് കണ്ട് ചിരിച്ചവരാ. ഇങ്ങനെ രൂപം അവർ കണ്ടിട്ടില്ല. അവർ അത്ഭുതപ്പെട്ടു പോയി. മുമ്പോട്ട് നോക്കിയപ്പോഴത്തേക്കും പേടിച്ച് ഉറച്ചു പോയി ഹിരണ്യകശിപു. തന്നെ കയ്യിൽ നിന്ന് വാള് താഴെ പോകുമെന്ന് പോലും വിചാരിച്ചു. അത്രയ്ക്ക് ഭയന്നു പോയി. എന്നിട്ട് എന്താണ്, എങ്കിലും തൻ്റെ ശത്രുവാണല്ലോ എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യണം എന്ന് വിചാരിച്ചു. ഭഗവാൻ ഈ തൻ്റെ ശത്രുവായി മുമ്പിൽ നിൽക്കുന്ന അയാൾക്ക് ഇത്തിരി ബലമുണ്ടാക്കി കൊടുത്തിട്ട് ആയുധം കയ്യിലെടുത്ത് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ആയുധം കൊണ്ട് പ്രയോഗിക്കാൻ നോക്കിയെങ്കിലും ഇതൊന്നും പറ്റിയില്ല. അവസാനം എന്താണ്, ഈ ഹിരണ്യകശിപുവിനെ ഭഗവാൻ തൻ്റെ കൈകൊണ്ട് പിടിച്ച് എന്ത് ചെയ്തു? തൻ്റെ മടിയിലിരുത്തി നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നഖാഗ്രം കൊണ്ട് മാറു പിളർന്ന് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ബ്രഹ്മാദേവന്മാർ സ്തുതിച്ചു. എത്ര കാലമായി ഇയാളുടെ ശല്യം കൊണ്ട് ഒന്നും നാമം പോലും ജപിക്കാൻ പറ്റില്ല, യജ്ഞം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഭൂമിയിൽ വേണ്ട യജ്ഞങ്ങളൊന്നും കിട്ടാറില്ല. ഇതെല്ലാം മുടക്കി ഇനി ഞങ്ങൾക്ക് രക്ഷയായല്ലോ, എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ സമയമായി. ഇനിയും ഈ സ്വരൂപത്തെ കണ്ടു നിൽക്കാൻ ആർക്കും പറ്റില്ല. അത്രയ്ക്ക് തീക്ഷ്ണമാണ്. കാരണം കണ്ണൊക്കെ ഇങ്ങനെ തീക്കനൽ പോലെ ദംഷ്ടയൊക്കെ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന സ്വരൂപത്തെ ഇതൊന്ന് മാറ്റി നല്ല സ്വരൂപം കണ്ണ് കാണണം. പക്ഷെ ആരും വിചാരിച്ചാൽ പറ്റും? ആർക്കും പേടി അടുത്തോട്ടില്ല. ബാക്കി ദേവന്മാർക്ക് മുകളിൽ നിന്ന് സ്തുതിച്ചതേ ഉള്ളൂ. താഴോട്ടാരും വന്നില്ല, താഴെ ആരും നിൽപ്പില്ല. ബ്രഹ്മാവ് ഒന്ന് മേളിൽ നിന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ പേടിച്ചു പോയി. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ബ്രഹ്മാവിനോട് അടുത്തോട്ട് വരാൻ പറ്റില്ല. അവസാനം ബ്രഹ്മാവ് പ്രഹ്ലാദനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒറ്റയെടുത്തിനാ കാരണക്കാരൻ, നീ തന്നെ ചെല്ലേ, അല്ല പറ്റില്ല. ലക്ഷ്മിദേവിയെ പറഞ്ഞയച്ചു നോക്കി. ലക്ഷ്മിദേവി ദൂരെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ രൂപം ഞാൻ കണ്ടിട്ടില്ല ഭർത്താവിന് ഇതുവരെ, എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ പേടിയാണ്. അവസാനം പ്രഹ്ലാദനോട് പറഞ്ഞപ്പോൾ ഒരു പേടിയില്ല. കാരണം തൻ്റെ ഉള്ളിൽ ഉറച്ചു വെച്ചിരിക്കുന്ന സ്വരൂപമല്ലേ ഇത് ഏത് രൂപം സ്വീകരിച്ചാൽ എന്താണ്? എനിക്കൊരു ഭീതിയില്ല. കാരണം ഭക്തി ഉള്ളിൽ ഉറച്ചപ്പോൾ ഭയം നഷ്ടപ്പെട്ടു. മുമ്പേ പറഞ്ഞു, ഉദ്വേഗവും ഭയവുമൊക്കെ ഭക്തി ഇല്ലാത്തപ്പോഴാണ് ഉണ്ടാവുക. ഇത് ഉള്ളിൽ ഉറച്ചതുകൊണ്ട് യാതൊരു ആശങ്കയില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ സന്തോഷത്തോടെ ധൈര്യപൂർവ്വം കടന്ന് മുമ്പിൽ ചെന്നു. ആ ഭഗവത് സ്വരൂപത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. പ്രഹ്ലാദനെ കണ്ടതോടെ തൻ്റെ ഘോരഭാവങ്ങളൊക്കെ ശമിച്ച് ശാന്തനായി. രണ്ട് കൈകൊണ്ടും പ്രഹ്ലാദനെ വാരിയെടുത്തു. എന്നിട്ട് സന്തോഷപൂർവ്വം നോക്കി അനുഗ്രഹിച്ചു. എന്തു വരം വേണം ചോദിച്ചോളൂ, എന്തു വരം വേണമെങ്കിലും തരാൻ തയ്യാറാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാനിപ്പോൾ ചോദിക്കേണ്ട വരം ഇവിടെ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളല്ലേ, അല്ലാത്തൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിച്ച വസ്തു ഇനിയും വരമായിട്ട് ചോദിക്കാൻ പറ്റുമോ? വരം ചോദിക്കണമെങ്കിൽ എനിക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അപ്പം എനിക്ക് ചോദിക്കാനൊന്നുമില്ല, ഒരു വരവും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറ്റുക? എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ, മോക്ഷം തരാം. ഞാൻ ചോദിച്ചിട്ട് വേണ്ട, ഞാൻ ചോദിക്കില്ല. അപ്പം ഇനി എന്താ തരണ്ടേ? ഒന്നും വേണ്ട. അപ്പം ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് ഈ വേഷം അഴിച്ചു വെച്ച് പോകണമെങ്കിൽ ഒരു വരം കൊടുത്തരേ പറ്റുള്ളൂ. ഞാൻ ഈ വേഷം ഇതിനു വേണ്ടി മാത്രം എടുത്തതാണ്. എനിക്ക് പോകാൻ സമയമായി, 1/4 മണിക്കൂറേ ഉള്ളൂ. എന്താണ് നരസിംഹാവതാരം, അതിക്കുള്ളില്ല. കൃഷ്ണാവതാരം പോലെ ഒരു ജന്മം മുഴുവനൊന്നുമില്ല. ഈ വേഷം അഴിച്ചിട്ട് എനിക്ക് തിരിച്ചു ചെല്ലാൻ സമയമായി. ഇത് അഴിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രഹ്ലാദന് വരം കൊടുത്തിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് പ്രഹ്ലാദ, എന്നോടൊരു കാരുണ്യം കാണിക്കൂ, ഒരു വരം ചോദിക്കൂ. ഞാൻ ഈ വേഷം അഴിച്ചു വെച്ചിട്ട് ഞാൻ പൊക്കോട്ടെ. എനിക്ക് ആവശ്യമില്ലല്ലോ, പിന്നെന്താണ്? എനിക്ക് ആവശ്യമില്ലാത്തതൊന്നും എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? എന്നാൽ പിന്നെ ഒരു കാര്യം നിശ്ചയിക്കുക. എന്താണ്? അഹേതുക്യ അപ്രതിഹതാ ഭക്തി.
ഭക്തി തരാം. അതെങ്ങനെയാണ്? അഹൈതുകി അപ്രതിഹതാ ഭക്തി. ഒരു കാരണമില്ലാത്ത, നഷ്ടപ്പെടാത്ത, നശിച്ചു പോകാത്ത ഒരു ഭക്തി ഞാൻ നിനക്ക് തരാം. നിന്റെ ഈ വംശത്തിനെ, അസുരാധിപത്യത്തെ ഇനിയും വാഴിക്കാം. എൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ അസുരവംശത്തിന് നിരന്തരമായും കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ വരങ്ങൾ കൊടുത്തിട്ട് എന്താണ്, സന്തുഷ്ടനായിട്ട് ഭഗവാൻ പോയി. പ്രഹ്ലാദിന് കിട്ടിയ വരം ആണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഭഗവാനോട്. അഹൈതുകി. ഭക്തിക്ക് ഒരു കാരണം ഉണ്ടാവരുത്. നമ്മുടെ ഭക്തിക്ക് കാരണമുണ്ട്. നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലേ? സഹിക്കാനാവാത്ത ആപത്തുകളോ വിഷമതകളോ ദുഃഖങ്ങളോ ഒക്കെ വന്നാൽ അപ്പം ആരോട് ഭക്തിയുണ്ട്? ഈശ്വരനോട് ഭക്തിയുണ്ട്. കാരണം ആരെ വേണം? ഈശ്വരനെ വേണം. അപ്പം ഈശ്വരനോട് എന്താണ്? ഒരു ഭക്തിയുണ്ട്. അപ്പം ഇന്നല്ല, കാര്യസാധ്യത്തിനാണ് നമ്മൾ ഭക്തി ഉപയോഗിക്കുക. വിവാഹം നടക്കണം, ജോലി കിട്ടണം, പരീക്ഷ ജയിക്കണം, രോഗം മാറണം, 100 കൂട്ടങ്ങളാണ്. ഇങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഹേതുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തി അതല്ല വേണ്ടത്. അഹൈതുകി ഭക്തി, ഒരു കാരണത്തിനും വേണ്ടി ഇല്ലാത്ത ഭക്തി. ഇനിയുമോ അപ്രതിഹതാം, നഷ്ടപ്പെട്ടു പോകാത്ത ഭക്തി. മുമ്പ് ഞാൻ പറഞ്ഞു, ഉൽപ്പത്തിയല്ല വൃത്തി വേണം. നമ്മുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകും വല്ലപ്പോഴും ഒരിക്കലും, ഒരു സമയത്ത് ഇത്തിരി സമയം, പിന്നെ നമുക്ക് എന്തില്ല? ഭക്തിയില്ല. ഇവിടെ ഇരിക്കുന്ന ഈ 1 മണിക്കൂർ സമയം എന്താണ്? ഞങ്ങളെക്കൂടെ നിങ്ങളെ ഭക്തിയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവയ്ക്കും. ഇത്രയും. ഇവിടെ വിട്ട് പുറത്തോട്ട് പോയാലോ പിന്നെ ഇതെല്ലാം കളയും. പിന്നെ ഭക്തി ആവശ്യമില്ല, വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ? ഇതല്ല പ്രഹ്ലാദിന് കൊടുത്തത്. അഹൈതുകി അപ്രതിഹതാ ഭക്തി, ഒരു കാരണമില്ലാത്ത, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു ഭക്തി. അതാണ് ചോദിച്ചത്. അങ്ങനെയുള്ള ഭക്തി എനിക്ക് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രഹ്ലാദൻ അവിടെ നിന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. അത് പ്രഹ്ലാദ സ്തുതി എന്ന ഭാഗവതത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. അവിടേക്ക് കിടക്കാൻ നമുക്ക് സമയം അനുവദിക്കില്ല. 6 മണിയാണ് എനിക്കുള്ള സമയം, ഒരു 10 മിനിറ്റോടെ ഉള്ളൂ. എങ്കിലും ആ സ്തുതിയുടെ 1-2 സാരാംശം മാത്രം സൂചിപ്പിച്ചിട്ട് നമുക്ക് 6 മണിക്ക് തന്നെ ഇവിടെ ഉപസംഹരിക്കാം ഭഗവത്പാദങ്ങളിൽ. ആ തൻ്റെ കാലിൽ വീണ് കിടക്കുന്ന ആ ഭക്ത പ്രഹ്ലാദനെ 2 കീണ്ടും പൊക്കിയെടുത്ത് മടിയിൽ നിർത്തി ഒന്ന് സ്പർശിച്ചിട്ട് എന്താണ്, ഭഗവാൻ സന്തോഷത്തോടെ നോക്കിയപ്പോൾ പണ്ട് ധ്രുവന് പറ്റിയ പോലെ തടഞ്ഞിരുന്ന വാക്കുകൾ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആദ്യം പറഞ്ഞ് തനിക്ക് സ്തുതിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, കാരണം അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങയെ സ്തുതിക്കാൻ സമ്പത്തുള്ളവർ വേണമെന്നില്ല, ആഭിജാത്യം വേണമെന്നില്ല, നല്ല കുലമഹിമ വേണമെന്നില്ല, സൗന്ദര്യം വേണമെന്നില്ല, ഓജസ് വേണമെന്നില്ല, തേജസ് വേണമെന്നില്ല, പ്രഭാവം വേണമെന്നില്ല, ബലം വേണമെന്നില്ല, പൗരുഷം വേണമെന്നില്ല, ബുദ്ധിയും വേണമെന്നില്ല. ഇതൊന്നും അങ്ങേ ആരാധിക്കാൻ കാരണമല്ല. ഇതൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? അങ്ങേ ആരാധിക്കാം. ഇതൊക്കെ ഉള്ളവർക്കേ പറ്റൂ എന്ന് ആരാധനയ്ക്ക് ഒരു നിമിത്തവുമില്ല. ആർക്കും, ഏത് പ്രായക്കാർക്കും, ഏത് സ്വഭാവക്കാർക്കും, ഏത് ഗുണമുള്ളിലുള്ളവർക്കും ആരെ എന്ത് ചെയ്യാം? അങ്ങയെ സ്തുതിക്കാൻ പറ്റും. അതിന് കാരണം എന്താണ്? ഭക്തി മാത്രമാണ്. ഗജേന്ദ്രൻ്റെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുത്താണ്. ഭക്തിക്ക് കാരണം ഇത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കാൻ കാരണക്കാരനല്ലെങ്കിലും ഉള്ളിലുള്ള ഭക്തിയുടെ ഭാവം നഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അറിയാവുന്ന വിധത്തിൽ അങ്ങയെ സ്തുതിക്കുകയാണ്. ഭഗവാന്റെ ഈ അവതാരങ്ങളൊക്കെ ഒരു കളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണങ്ങളൊന്നും അവിദുഷ ജനാത് ആത്മനഃ മാനം ന വൃണീതി. അപൂർണമായ അജ്ഞന്മാരായ ജീവരാശികളിൽ നിന്നും തനിക്ക് വേണ്ടതൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്ന വഴിപാടുകളൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നത്? എന്ത് വഴിപാടാണ് ഭഗവാനെ കഴിക്കുന്നത്? ഇതൊക്കെ ഭഗവാൻ ആവശ്യമുണ്ടോ?
പിന്നെ എന്തിനാണ് കരുണ ഉവ്രണീതേ? നമ്മളുള്ള കാരുണ്യം കൊണ്ടാണ്. നമ്മൾക്ക് നന്മ വരാൻ വേണ്ടി മേടിക്കുകയാണ്. ഭഗവാന് ഈ നമ്മുടെ കാണിക്ക കിട്ടിയിട്ടോ നമ്മുടെ നിവേദ്യം കിട്ടിയിട്ടോ നമ്മൾ കൊടുക്കുന്ന ഉടയാടയോ പൂമാലകളോ സ്വർണ്ണമാലകളോ കിട്ടിയിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുള്ള കാരുണ്യം കൊണ്ടാണ്. കരുണ ഉവ്രണീതേ, നമ്മളുള്ള കാരുണ്യം കൊണ്ടാണ് ഇത് മേടിക്കുന്നത്. നമ്മൾക്ക് ഒരു കാരുണ്യഭാവത്തെ ഉണ്ടാക്കിയിട്ട് യദ്യജനാഹ ഭഗവതേ മാനം വിദധീത, ജനങ്ങൾ ഏത് വിധം തന്നാലും അത് ഞാൻ അവരെ പൂർണ്ണനാക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഏത് വഴിപാട് കഴിക്കുമ്പോഴും അത് ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കുന്നത് നിങ്ങളെ പൂർണ്ണനാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ സന്തോഷിപ്പിച്ച് നിങ്ങളെ പൂർണ്ണതയെത്തിക്കാനാണ്. എങ്ങനെയാണ്? പ്രതിമുഖഫ്യ യഥാമുഖശ്രീഹി. കണ്ണാടി നോക്കിക്കൊണ്ട് നെറ്റിയിൽ പൊട്ടു തൊടും. കണ്ണാടിയിലാണ് തൊടുന്നത്, അല്ലല്ലോ. കണ്ണാടിയിൽ പ്രതിബിംബമില്ലേ? ആ പ്രതിബിംബത്തെ പൊട്ടു തൊടുവോ? ഇല്ല. എവിടെയാ തൊടുക? നെറ്റി തൊട്ടാൽ എവിടെ കാണും? പ്രതിബിംബത്തിൽ കാണും. ഇതുപോലെയാണ് ഭഗവാൻ തനിക്ക് വേണ്ടി സ്വീകരിക്കുന്നത്. എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യഥാ മുഖശ്രേഹി, എപ്രകാരമാണോ മുഖത്തിൻ്റെ ശോഭ പ്രതിബിംബത്തിൽ കാണുന്നത്, അപ്പോൾ നമ്മൾ പൊട്ടുതൊടുന്നത് നമ്മുടെ മുഖത്താണ്, പ്രതിബിംബത്തിലല്ല. ഈ മുഖത്തെയാണ് ആര് പ്രതിബിംബിക്കുന്നത്? കണ്ണാടി പ്രതിബിംബിക്കുന്നത്. കണ്ണാടിയിലല്ല പൊട്ടുതൊടുന്നത്. കണ്ണാടിയിൽ പൊട്ടു തൊട്ടാൽ ചിലപ്പോൾ നമ്മളെ നെറ്റി കൊണ്ടുപോകുമെന്ന് തോന്നുമോ? ഇല്ല, അത് കണ്ണാടി മാത്രമേ ഉള്ളൂ. മുഖത്തുള്ളത് മാത്രമേ കണ്ണാടി പ്രതിബിംബിക്കൂ. ഇതുപോലെ നമ്മളുടെ പോരായ്മകൾ പൂർത്തീകരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നൽകുന്ന വഴിപാട് കൊണ്ട് ഭഗവാൻ യത്നിക്കുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് അല്ല. ഇതൊന്നും ആർക്കാവശ്യമല്ല, ഭഗവാൻ ആവശ്യമില്ല. അതുകൊണ്ട് ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ബിംബമാകുന്ന ഈശ്വരൻ തന്നെയാണ്. ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന ഓരോ ജീവന്മാരും ആരാണ്? ഈശ്വരന്മാർ തന്നെയാണ്. പിന്നെ അങ്ങ് ഈ കോപത്തെ ഒന്ന് അടക്കണം. കാരണം എന്തിനു വേണ്ടിയാണ് ഈ കോപം എടുത്തത്? ഹിരണ്യകശിപുവിനെ കൊല്ലാനല്ലോ, കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ കോപിച്ചിരിക്കുന്നേ? ഇനി ഈ കോപം മാറ്റി പ്രസാദിക്കൂ എല്ലാവരുടെ നേരെ. ഭഗവാന്റെ ഭക്തപ്രഹ്ലാദൻ്റെ അപേക്ഷയാണ്. അതുകൊണ്ട് ഇത് കണ്ടാൽ എനിക്ക് പേടിയൊന്നുമില്ല. നാഹം ബിഭേമ്യജിത, ഹേ അജിത, അഹം ന ബിഭേമി, ഞാൻ എന്താണ്, ഇത് ഒരു പേടിയില്ല. എന്താണ്? അതിഭയാനകാഫ്യ ജിഹ്വാർക്ക നേത്രഭൃഗുടി രഭസോഗ്രദംഷ്ട്രാ ആന്ധ്രഫ്രജക്ഷതചകേഫരശങ്കുകർണാ നിർഹ്രാദഭീത ദിഗിഭാത് അരിഭിന്നഖഗ്രാത്. ഈ നഖം കണ്ടിട്ടോ, ഈ അസുരനെ കുത്തിപ്പിടിച്ച കണ്ടിട്ടോ, ചോര കണ്ടിട്ടോ, കുടൽമാല കണ്ടിട്ടോ, ഘോരവും എനിക്കൊരു പേടിയില്ല. ഞാൻ പേടിക്കുന്നത് സംസാരത്തെയാണ്. ഈ ജീവിതമാണ് എനിക്ക് വലിയ ഭയം. അങ്ങയുടെ ഈ സ്വരൂപം കണ്ട പേടിക്കാനൊന്നുമില്ല. ഇതാണ് ഈ പ്രഹ്ലാദൻ നിർഭീകനായിട്ട് അടുത്തേക്ക് വരാൻ കാരണം. ദത്രസ്തോസ്പ്യഹം കൃപണവത്സല ദുസ്സഹോഗ്രസംസാരചക്രകഥനാദ്ഗ്രഫദം പ്രണീതാഹം. ഘോരമായ സംസാരചക്രത്തിൽ കിടന്ന് കറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും അറിയാൻ പറ്റുമോ? നാളെ എന്ത് അപകടമുണ്ടാകും, എന്ത് ഭീകരമാണ്, എന്ത് ഭയാനകമാണ് അറിയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അതിനെ സംബന്ധിച്ച് ഈ രൂപം ഇത്ര നേരത്തെ കല്ലുള്ളൂ, ഇതങ്ങ് പോവില്ലേ? എന്ത് പേടിക്കാന്? പേടിക്കേണ്ടത് ഞാൻ മരിക്കുന്നത് വരെ ഈ ലോകത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് എനിക്ക് മരിക്കാൻ പറ്റുക. ഇത് ഓർക്കുമ്പം എനിക്ക് ഭയമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഭക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അഹൈതുകി അപ്രതിഹത ഭക്തി, അഹൈതുകിയായ അപ്രതിഹതമായ ഭക്തി അങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങ് മാത്രമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയം. അതുകൊണ്ടാണ് ബാലഫ്യനേഹ ശരണം പിതരോ നൃസിംഹ. കുട്ടികൾക്ക് ആശ്രയം ആരാണ്? മാതാപിതാക്കളല്ല, രക്ഷിതാക്കളാണെന്ന് വെറുതെ പറയുന്നേ ഉള്ളൂ. ഈ രക്ഷിതാക്കൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മടിയിൽ കിടന്ന് കുട്ടികൾ വരിക്കുന്നില്ലേ?
രക്ഷിക്കാൻ പറ്റുമോ? കുട്ടികളെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്, ജീവൻ പോയി. എന്താ രക്ഷിക്കാത്തത്? ഞങ്ങൾ രക്ഷിതാക്കൾ അല്ല, രക്ഷാകർത്താക്കളാണെന്ന് അഭിമാനിക്കല്ലേ ഉള്ളൂ. അല്ല, നമ്മൾ രക്ഷിതാക്കളല്ല. അതുകൊണ്ട് ബാലസ്യനേഹ ശരണം പിതരോ നൃശൃംഖ നാർത്തഫ്യചാഗതം. രോഗിക്ക് വൈദ്യരും രക്ഷകനല്ല അല്ലേ? രോഗി ഡോക്ടറെ കണ്ടാൽ സമാധാനമായി, രക്ഷപ്പെട്ടു വിചാരിക്കും. ഡോക്ടർമാർ 5 പേര് സ്റ്റെതസ്കോപ്പ് കൊണ്ട് പിന്നെന്താണ് മൂക്കിലേക്ക് വയ്ക്കുന്ന ശ്വാസത്തെ നിയന്ത്രിക്കാനുള്ള ഉപകരണമൊക്കെ വെച്ചുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? മരിച്ചു പോകും. ഡോക്ടർമാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. ഇവർ രക്ഷകരല്ല. അവർ വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റില്ല. ഉദന്വതി മജ്ജതോ നൗഹു. ഒരു കപ്പലുണ്ടാക്കി വെള്ളത്തിലിട്ടു. കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ അതിൻ്റെ അകത്ത് വലിയ യന്ത്രസാമഗ്രികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കരയ്ക്ക് വലിയ റഡാറുകൾ വെച്ചിട്ടുണ്ട് ഈ കപ്പൽ മുങ്ങുമ്പോൾ നിയന്ത്രിക്കാൻ. ഇത്രയൊക്കെ സംവിധാനം ചെയ്ത് വെച്ചിട്ടും കപ്പൽ മുങ്ങിപ്പോയി. ഇത് പിറ്റേ ദിവസത്തെ പദ്ധതി വയ്ക്കാം. കപ്പൽ മുങ്ങി 5000 പേര് മരിച്ചു. കഷ്ടം. എവിടെ പോയി നമ്മുടെയൊക്കെ സുരക്ഷിതങ്ങൾ? എന്ത് രക്ഷാകവചങ്ങൾ ഉണ്ടാക്കി വെച്ചത്? വല്ലതും ഫലിച്ചോ? ഒന്നുമില്ല. ഉദന്വതി മജ്ജതോ നൗ. സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന കപ്പൽ പോലെ. തത്തഫ്യത പ്രതിവിധിർ ഇഹ അഞ്ജഫേഷ്ട താവദ്വിഭോതനുഭൃതം തതുപേക്ഷിതാനം. അങ്ങുപേക്ഷിച്ചാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ മനുഷ്യജീവൻ്റെ രക്ഷ അങ്ങയുടെ കയ്യിലാണ്, ബാക്കി ആരുടെയും കയ്യിലല്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവ് ആരാണ്? ഈശ്വരൻ. മാതാപിതാക്കളല്ല, ഡോക്ടറല്ല, ആരുമല്ല. ഇത് ഈ പ്രഹ്ലാദൻ ഈ സ്തുതിയിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭക്തി പ്രഹ്ലാദനെപ്പോൾ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്തണം. അതാണ് ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ തത്വം. ഭാഗവതത്തിലെ ഭക്തി ബോധ്യപ്പെടുത്താൻ ഈ സപ്തമ സ്കന്ധത്തിൽ 10 അധ്യായം വിനിയോഗിച്ചിരിക്കുകയാണ്. ഈ സ്കന്ധം മുഴുവൻ വേണ്ടിയാണ്. ഇനി വർണ്ണാശ്രമ ധർമ്മങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിനുവേണ്ടി മാത്രം ഒരു സ്കന്ധം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്തിയുടെ മഹാത്മ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ, അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണം എന്ന് മനസ്സിലാക്കാൻ ഈ പ്രഹ്ലാദൻ്റെ ഭക്തി മാത്രം മതിയാകും എന്ന് ഈ പ്രഹ്ലാദ കഥയുടെ ഭക്തിയുടെ മാഹാത്മ്യത്തെ ഉപസംഹരിച്ചുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം. എൻ്റെ സമയം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. നിരന്തരമായും നിങ്ങൾക്ക് ഈ ഭാഗവതത്തിൽ കൂടി സഞ്ചരിക്കാൻ, നിങ്ങളുടെ രക്ഷിതാവ് ഈ നിൽക്കുന്നവരാരുമല്ല, ബന്ധുക്കളല്ല, വൈദ്യന്മാരല്ല, മരുന്നല്ല, എന്ത് ചെയ്യണം? സ്വയമേവ ബോധ്യപ്പെടണം. പിന്നെ ആരാണ്? ഈശ്വരൻ. മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്ന വിചാരം ഇപ്പോഴത്തേക്ക്. അല്ലേ വൈദ്യം പറയും മരിക്കുന്നവർ മരം കഴിച്ചോളാൻ. എന്താ വിശേഷം? അപ്പം രക്ഷ ആരേ ഉള്ളൂ? ഈശ്വരൻ മാത്രം. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ കഥയിൽ കൂടി സഞ്ചരിച്ച് നിങ്ങൾക്ക് വേണ്ട ആത്മബലം ഈ ജഗദീശ്വരൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സജ്ജന സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇത്രയും സമയം ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇങ്ങനെ കർമ്മത്തിന് എല്ലാ വർഷവും മുടങ്ങാതെ എന്നെ ക്ഷണിക്കുന്ന സ്വാമിയോടുള്ള ആ ബഹുമാനപൂർവകമായ നന്ദി സ്വാമിയുടെ വാക്കുകളിൽ, സ്വാമിയുടെ പാദങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വിനയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.